യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഹരിഃ ഓം തത്സ്. ജയഗുരു. നമുക്കിനി 3 തവണ കൂട്ടായി ഓംകാരം ജപിക്കണം. നിങ്ങളുടെ മനസ്സ് എല്ലാവരുടെയും മനസ്സ് ഭൂഗോളത്തോളം വികസിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടധ്വനി എല്ലായിടത്തും ലോകം മുഴുവനും വ്യാപിച്ച് ഇതിലുള്ള ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സന്തുഷ്ടിയും അഭിവൃദ്ധിയും ഉണ്ടാവത്തക്ക വിധത്തിലുള്ള പ്രസരണം എത്തിക്കണം. അതാണ് ഉദ്ദേശം. ഹരിഃ ഹരിഃ. ഓ ഹരിഃ ഓം തത്സ്. ജയഗുരു. ഭഗവത്ഗീതയൊക്കെ ഒന്ന് മേടിച്ച് വായിച്ചൂടെ? 2-ാമത്തെ അധ്യായമാണ് ഞാൻ പറയുന്നത്. അതൊന്ന് വായിച്ച് ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുക. പ്രത്യേകിച്ച് നമ്മളിവിടെ കൂട്ടായി ചൊല്ലുന്ന ശ്ലോകങ്ങൾ. ഇതാ: കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ ശിഷ്യനാണ് കൃഷ്ണ, അങ്ങയുടെ ശ്യാലനാണെന്ന് കണക്കാക്കരുത്. അങ്ങെൻ്റെ ഗുരുവാണ്. ഗുരുസ്ഥാനത്തിരുന്ന ശിഷ്യനെ എങ്ങനെ ഗുരു പഠിപ്പിക്കുമോ അതുപോലെ എനിക്ക് ശ്രേയസ് ഉപദേശിച്ചു തരൂ എന്നാണ്. പടക്കളത്തിൽ വെച്ച് പോലും ശ്രേയസ് അഭിലഷിക്കാവുന്നതും നേടിയെടുക്കാവുന്നതുമാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത്. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന സ്ഥലത്തോ ഇന്ന സന്ദർഭത്തിലോ ഇന്ന സാഹചര്യങ്ങളോ അല്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല. ഈ ശ്രേയസ് തേടുന്നതിനും അത് പിന്തുടരുന്നതിനും അത് സിദ്ധിക്കുന്നതിനും എവിടെ വച്ച് ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് തേടാം. അതാണ് സാർവത്രികമായ ഒരു പ്രയോഗമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എന്താ? ഈ ഭഗവത്ഗീത 5156 കൊല്ലം മുൻപ് കുരുക്ഷേത്രത്തിൽ നടന്ന ഒരു സംവാദത്തിൻ്റെ പകർപ്പാണ്. അന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു ശാശ്വത ധർമ്മവും ശാശ്വതമായ ഉപദേശവും നിർദ്ദേശവുമായിരുന്നു. എങ്ങനെയാണത് ശാശ്വതമാകുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഗ്രഹിച്ചാൽ വളരെ നന്നായിരിക്കും. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി
ആദിമ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, ഇവരെ രണ്ടുപേരെയും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യത്യാസവും ഇല്ല ഇവർക്കെന്ന്. എന്താ കാരണം? ആദിമ മനുഷ്യനും ഒരു ശരീരമുണ്ടായിരുന്നു, ഇന്നത്തെ മനുഷ്യനും അതേമാതിരി ഒരു ശരീരമാണ്. ആ ശരീരം 5 ഇന്ദ്രിയങ്ങൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു വാസസ്ഥലമാണ്. അത് മുമ്പും ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു മാറ്റവുമില്ല. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വൈകാരികമായ ഒരു മനസ്സുണ്ട്, ഭാവാത്മകമായ മനസ്സ്, ആലോചനാവഹം യുക്തിസഹമായിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. ഈ ഇന്ദ്രിയങ്ങളുടെയും മറ്റെല്ലാറ്റിൻ്റെയും പ്രവൃത്തിയെ ക്രോഡീകരിച്ച് വേണ്ടതുപോലെ നടത്തിക്കാനായിട്ടുള്ള ഒരു അഹങ്കാരവും നമുക്കുണ്ട്. ഇത് പഴയ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലും ആധുനിക മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. നമ്മെ ചുറ്റി നിൽക്കുന്ന ലോകമാകട്ടെ അന്ന് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്, ഇന്നും അതേ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ പാഞ്ചഭൗതിക പ്രപഞ്ചത്തിന് എന്തെങ്കിലും മാറ്റമോ, പാഞ്ചഭൗതികമായ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റമോ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ ഘടകങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമോ ഇല്ലാത്തതിനാൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എൻ്റെ മുൻപിൽ ലോകം മാറിയിട്ടില്ല, മനുഷ്യനും മാറിയിട്ടില്ല എന്ന്? മാറിയിട്ടുണ്ടോ? ലോകം മാറിയിട്ടുണ്ടോ? അപ്പം അന്ന് അർജുനന് കൊടുത്ത അതേ ഉപദേശം, മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ലാക്കാക്കി, അടിസ്ഥാനമാക്കി, ആധാരമാക്കി കൊടുത്തിട്ടുള്ള ഉപദേശം, ഇന്നത്തെ ലോകത്തെ, ചുറ്റുമുള്ള ലോകത്തെ ആധാരമാക്കി കൊടുത്തിട്ടുള്ള ഉപദേശം ഇന്ന് എങ്ങനെയാണ് മാറുക? ഇങ്ങനെയാണ് കൂട്ടരെ നമ്മുടെ ആദിമ ചിന്തകന്മാർ ശാശ്വതമായിരിക്കുന്ന ധർമ്മവും മൂല്യവും ലക്ഷ്യവും കണ്ടെത്തിയത്. അവർ ലോകത്തിന് മാറ്റമില്ലെന്ന് മനസ്സിലാക്കി, മനുഷ്യ വ്യക്തിത്വത്തിൽ കടുകിട മാറ്റം വരില്ല, വന്നിട്ടുമില്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന മൂല്യങ്ങളാണ്, തത്വസിദ്ധാന്തങ്ങളാണ് അവർ പ്രവചിച്ചു പോകുന്നത്. എന്ത് മൂല്യമായാലും, എനി കൈൻഡ് ഓഫ് എ വാല്യൂ യു ടേക്ക്, ഐ വിൽ പ്രസൻറ്റ് ഓൺലി സച്ച് വാല്യൂസ് വിച്ച് ആർ അപ്ലിക്കബിൾ ടു ആൻഡ് റിലേറ്റഡ് ടു ദ ഇമോഷണൽ മൈൻഡ് ആൻഡ് ദ റാഷണൽ ഇൻ്റലിജൻസ്. വികാരസഹമായിരിക്കുന്ന മനസ്സും യുക്തിസഹമായിരിക്കുന്ന ബുദ്ധിയും ഇവ രണ്ടിനെയും തട്ടി നിൽക്കുന്നതാണ് എല്ലാ മൂല്യങ്ങളും, വാല്യൂസും, ലക്ഷ്യങ്ങളും, ഗോളുകളും. മനസ്സിന് സന്തോഷം അന്നും ഇന്നും ഒരുപോലെ ആവശ്യമാണ്, ബുദ്ധിക്ക് അറിവ് അന്നും ഇന്നും ഒരുപോലെ ആവശ്യമാണ്, വയറ്റിന് വിശപ്പുണ്ടാകും, ആ വിശപ്പ് മാറണം, ദാഹിക്കും, അതിന് വെള്ളം കുടിക്കണം, ശരീരത്തിന് പോഷകങ്ങൾ വേണം, ആരോഗ്യം വേണം. ഈ കാര്യത്തിൽ ഒന്നിലും നമുക്ക് വ്യത്യാസമില്ല. അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങളും അന്തിമമായിരിക്കുന്ന ഘടകങ്ങളും ഒരുപോലെ അന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ധർമ്മചിന്തയാണ് നമ്മുടേത്. അതുകൊണ്ടാണ് സനാതന ധർമ്മമായിരിക്കുന്നത്. എന്നോ നടന്ന സംവാദം ഒരു സ്വാമി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അതിനുള്ള പ്രസക്തി, അതിനുള്ള പ്രയോജനം, അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം തെല്ലും മാറ്റമില്ലാതെ നിങ്ങളെല്ലാവരും ഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ ധർമ്മത്തെ സനാതനധർമ്മമാക്കുന്നത്. ഇത് സനാതനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മനുഷ്യനെ, അത് പരിശീലിക്കുന്നവനെ സനാതനനാക്കി തീർക്കുന്നു. സനാതനമായ തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മം സനാതനധർമ്മം. ഇങ്ങനെ 2 അർത്ഥമാണ് സനാതനധർമ്മത്തിന്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താ? ജീവിതം എന്ന് പറയുന്നത് വ്യക്തിയും ലോകവും തമ്മിലുള്ള ഒരു സമ്പർക്കമാണെന്ന് പറഞ്ഞു. ആ സമ്പർക്കം ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ് നടക്കുന്നത്. ഇന്ദ്രിയങ്ങളാകട്ടെ ദേഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമ്പർക്കം നടത്തുന്നത് 1 മില്ലിമീറ്റർ ശരീരത്തിന് പുറമെയാണ്, അകന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സർവ്വസമ്പർക്കങ്ങളും നടത്തുന്നത് കണ്ണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയിൽ, ചെവി എന്ന് പറഞ്ഞാൽ ആ കർണപുടത്തിൽ, നാവ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ അതിൻ്റെ മുകളിൽ, മൂക്ക് എന്ന് പറയുമ്പോൾ അത് തൊളയുടെ ഉള്ളിൽ, ത്വക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൊട്ടുകൊണ്ടുള്ളത്. ഇങ്ങനെ 5 തരത്തിലാണ് സമ്പർക്കം നടക്കുന്നത്. ഇത് മുഴുവനും സ്പർശമാണ്. അതാണ് മാത്രാ സ്പർശാഹ എന്ന് കൃഷ്ണൻ വിശേഷിപ്പിച്ചത്. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ലോകം. മറിച്ച് ഈ ലോകത്തെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുമ്പോഴാണ് അവ 5ആയി വിഭജിക്കപ്പെടുന്നത്. 5 എന്ന് പറയുന്നത് എന്താ? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഈ 5 എണ്ണം ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ലോകത്തിലുള്ള വസ്തുക്കൾക്ക് ഒന്നും ജനിപ്പിക്കാനോ ഉളവാക്കാനോ പറ്റില്ല. അവ ജഡങ്ങളാണ്. ജഡവസ്തുക്കളുമായി
സമ്പർക്കം നടത്തുന്ന നമ്മുടെ വ്യക്തിത്വമാണ് ചേതനാത്മകം. നമ്മുടെ വ്യക്തിത്വത്തിന് മാത്രമേ അനുഭവം രചിക്കാനും ആ അനുഭവം ഗ്രഹിക്കാനും പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് അനുഭവാത്മകമാണ്. അടിതൊട്ട് മുടി വരെ അനുഭവമാണത്. സർവ്വ അനുഭവങ്ങളും കേന്ദ്രീകരിക്കുന്നത് ശരീരത്തിലല്ല, ഇന്ദ്രിയങ്ങളിലല്ല, മനസ്സിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാ അനുഭവങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നിലനിൽക്കുന്നതും മനസ്സിലാണ്. ഈ മനസ്സാണ് ജീവിതത്തിലെ കേന്ദ്രബിന്ദു. ആ മനസ്സിനെ വേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതിനെ സമ്പുഷ്ടമാക്കി കൊണ്ടുവരാമെങ്കിൽ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാകും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം ബാഹ്യ ചുറ്റുപാടുകളിലല്ല, നമ്മുടെ ഇന്ദ്രിയ തലത്തിലുമല്ല, നമ്മുടെ മനസ്സിൻ്റെ മഹിമയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത്. ആ മനസ്സിനെ തട്ടിയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത് മുഴുവനും. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ? യം ഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളുമായി സമ്പർക്കം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കെ ഈ സമ്പർക്കത്താൽ യം ഹിന വ്യഥയന്തി ഏതേ, ഈ ഇന്ദ്രിയങ്ങളും വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ജനിക്കുന്ന സുഖദുഃഖങ്ങൾ ആരെയാണോ ഇളക്കിമറിക്കാതെ ഇരിക്കുന്നത്, തട്ടിത്തകർക്കാതെ ഇരിക്കുന്നത്, വേദനിപ്പിക്കാതെ ഇരിക്കുന്നത്, മോഹിപ്പിക്കാതെ ഇരിക്കുന്നത്, ഒരു തരത്തിലും ഒരു അസഹിഷ്ണുതയോ അസഹ്യതയോ നമ്മുടെ മനസ്സിൽ തോന്നരുത്. സുഖമേ, ഞാൻ ആവശ്യപ്പെടാതെ വരുന്നതാണ് നീ. ദുഃഖമേ, ഞാൻ ആവശ്യപ്പെട്ടാലും ഒഴിവാകാത്തതാണ് നീ. ദുഃഖമേ, നീയാണ് സുഖത്തെ ആനയിക്കുന്നത്. സുഖമേ, നീ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. അതുകൊണ്ട് സുഖമേ, എനിക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടമില്ല. ദുഃഖമേ, എനിക്ക് നിന്നോട് ഇഷ്ടക്കേടുമില്ല. എന്താ? നീ കാരണമാണ് എനിക്ക് സുഖാനുഭവം. അങ്ങനെ സുഖദുഃഖങ്ങളോട് മൊത്തത്തിൽ നമുക്കുള്ള ആ ചിന്താഗതി, മനോഭാവം മാറുന്നു. സുഖം കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള തോന്നൽ ശരിയല്ല എന്ന് മനസ്സിലാവണു. ദുഃഖത്തെ വെറുക്കുന്ന സ്വഭാവവും നമുക്ക് ശരിയല്ല എന്ന് മനസ്സിലാവണു. അങ്ങനെ സുഖമല്ല നമ്മുടെ ലക്ഷ്യം, ദുഃഖ നിവാരണവുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താ? അതാണ് വിവരിക്കുന്നത്. സമദുഃഖസുഖം ധീരം. നിങ്ങൾ ആലോചിക്കൂ, സുഖം എന്ന് പറയുന്നത് മനസ്സിലുള്ള ഒരു തരംഗമാണ്. എൻ്റെ കൈ നല്ലോണം നോക്കൂ. ഇങ്ങനെ സുഖമുണ്ടാവുന്നു, എന്നിട്ട് അത് അവിടെ തന്നെ താഴുന്നു. പിന്നെ അങ്ങനെ ദുഃഖമുണ്ടാവുന്നു, അതും താഴുന്നു. പിന്നെയും ഇങ്ങനെ മാറി മാറി പോവുക. അപ്പോൾ ഓരോ സുഖത്തിനും ശേഷം ദുഃഖം വരുന്നതിന് മുൻപ് ആ സുഖദുഃഖങ്ങൾക്ക് മധ്യത്തിൽ നമുക്കൊരു മധ്യസ്ഥിതി ഉണ്ട്. അത് സുഖവുമല്ല ദുഃഖവുമല്ല. സുഖദുഃഖങ്ങൾ രണ്ടിനെയും നോക്കി അവ രണ്ടുമല്ലാത്ത ഒരു മധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മധ്യത്തിൽ നമ്മുടെ ദൃഷ്ടി, നമ്മുടെ കേന്ദ്രീകരണം ഉറപ്പിക്കണം. അവിടുന്നാണ് സുഖത്തിൻ്റെ പുറപ്പാട്. അവിടെയാണ് സുഖം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ദുഃഖം പുറപ്പെടുന്നത് അവിടുന്നാണ്, അവിടെ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പം സുഖദുഃഖങ്ങൾക്ക് രണ്ടിനും ഒരേ ഒരു സ്രോതസ്സാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സുഖത്തിനും ദുഃഖത്തിനും ഒരേ ഒരു ഉദ്ഭവസ്ഥാനമാണെന്ന് ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ പുറപ്പെട്ടു സുഖം, ഇങ്ങനെ അവസാനിച്ചു. അവിടുന്നാണ് ദുഃഖം പുറപ്പെടുന്നത്, അവിടെയാണ് അവസാനിക്കുന്നത്. ഈ സുഖദുഃഖം രണ്ടും അല്ലാത്ത ഒരു മധ്യം അവിടെയുണ്ട്. അത് വെറും മധ്യമല്ല, സുഖത്തിൻ്റെ തുടക്കമാണ്, ദുഃഖത്തിൻ്റെയും തുടക്കമാണ്. ആ മധ്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അത് നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ആ മധ്യത്തിലാകട്ടെ നിങ്ങളുടെ കേന്ദ്രീകരണം, നിങ്ങളുടെ ഉറപ്പ്, നിങ്ങളുടെ സ്ഥിരത, നിങ്ങളുടെ ഇരിപ്പ്, നിങ്ങളുടെ ആശ്രയം. എങ്ങനെ സുഖത്തെ തേടുന്നുവോ ദുഃഖം തേടാതെ ഇരിക്കുന്നുവോ ആ രണ്ട് ഇരട്ടത്താപ്പ് നയമങ്ങോട്ട് മാറ്റി ഈ സുഖദുഃഖങ്ങൾക്ക് മധ്യത്തിൽ രണ്ടിൻ്റെയും സ്രോതസ്സായി ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന മധ്യത്തെ കൂടുതൽ കൂടുതൽ ആശ്രയിച്ച് അവിടെ ഉറച്ചിരിക്കൂ. സമദുഃഖസുഖം ധീരം. അങ്ങനെ ഇരിക്കുന്നവനാണ് ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. സഹ അമൃതത്വായ കൽപ്പതേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ മധ്യത്തെ വേണ്ടതുപോലെ കണ്ടുകൊണ്ടും പുണർന്നുകൊണ്ടും നുകർന്നുകൊണ്ടും അതിൽ നമ്മുടെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നവനുണ്ടല്ലോ, അവനാണ് അമൃതത്വായ കൽപ്പതേ. മോക്ഷം എന്ന് പറയുന്നത് ഒരു കാലത്തും നാശമില്ലാത്തതായ ഒരു അനശ്വര സ്ഥിതി, വാഴ്ച, അതിന് അർഹൻ അവനാണെന്ന്.
അപ്പോൾ മോക്ഷത്തിനുള്ള അർഹത എവിടെയാണ് നിങ്ങൾ പറയൂ? ഇവിടെ ഈശ്വരൻ എന്നൊരു ശബ്ദം ഉപയോഗിക്കുന്നില്ല, ഭക്തി എന്നൊരു അക്ഷരം, ഒരു പദം ഇവിടെ ഇല്ല. നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, മനസ്ഥലത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് വിശദീകരിച്ച് മനസ്സിലാക്കി ആ അനുഭവങ്ങൾക്ക് രണ്ടിനും ഉത്പത്തി സ്ഥാനം അവ രണ്ടിനും ഇടയിൽ കിടക്കുന്ന മധ്യമാണെന്ന് ഗ്രഹിച്ച് അതിൽ ഉറച്ചിരിക്കാനാണ് പറയണത്. ഒരു പക്ഷേ ഈ സദസ്സിൽ നിങ്ങൾ ആരും ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ ഈ സുഖവും ദുഃഖവും അല്ലാത്ത ഒരു നില നമുക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് പറഞ്ഞു തരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അർജുനനും അത് മനസ്സിലായിരുന്നില്ല. കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഹാ എന്ന് പറഞ്ഞ് ആലോചിക്കാൻ തുടങ്ങിയത്. അതുവരെ ആലോചിച്ചില്ല. പാശുപതാസ്ത്രം കിട്ടാൻ ശിവനെക്കുറിച്ച് തപസ് ചെയ്തു. ഗാണ്ഡീവം കിട്ടാൻ ധീരധീരമായ പ്രവൃത്തികളെടുത്തു. അപ്പോഴും തൻ്റെ ഉള്ളിൽ ധൈര്യത്തിനും ധീരതയ്ക്കും അടിസ്ഥാനമായി എല്ലാറ്റിൻ്റെയും ഉറവിടമായി കിടക്കുന്ന സുഖദുഃഖാതീതമായി സുഖദുഃഖത്തിൽ നിന്ന് അന്യമായ ഒരു മധ്യമുണ്ടെന്ന് ആ പാവം മനസ്സിലാക്കാൻ പുറപ്പെട്ടില്ല. അതായിരുന്നു അർജുനൻ്റെ പരാജയം. മഹാഭാരത യുദ്ധത്തിന് പല വിധത്തിലുള്ള മറ്റ് നേട്ടങ്ങളും ഉണ്ടാകാം. വീരവീര യോദ്ധാവായ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനനുണ്ടായ നേട്ടം ആത്മജ്ഞാനമാണ്, ആത്മജ്ഞാന സിദ്ധിയാണ്, ലോകത്തെ ജയിക്കാനുള്ള വീക്ഷണമാണ്. ലോകം മുഴുവനും സുഖദുഃഖങ്ങൾ. ലോകമേ, നീ എത്ര വേണമെങ്കിൽ വിശാലമായിക്കോ, നീ എത്ര വേണമെങ്കിൽ വൈവിധ്യ നിബിഡമായിക്കോ, നിനക്ക് എല്ലാറ്റിനും കൂടി എനിക്ക് പ്രദാനം ചെയ്യാനുള്ളത് വെറും 2 സുഖദുഃഖം. ഒന്ന് പറയൂ കൂട്ടരെ, ഒന്ന് ആലോചിക്കൂ. ലോകം ഈക്വൽ സുഖദുഃഖം. പറയൂ, ലോകം ഈക്വൽ സുഖദുഃഖം. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാലും 5 കുട്ടികളുണ്ടായാലും അവർ വിദേശത്ത് പോയാലും സ്വദേശത്തായാലും ലോട്ടറി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടാനുള്ളത് സുഖം ദുഃഖം. ഈ സുഖദുഃഖത്തിനെ നേരിടാൻ സമീകരിച്ചെടുക്കാനുള്ള അറിവും പരിശീലനവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കൈവീശി നടക്കാം. ഈ ലോകം പിന്നെ നമ്മളെ വിഴുങ്ങില്ല, തട്ടിത്തകർക്കില്ല, തരിപ്പണമാക്കില്ല. ലോകം പൊളിയുന്നതൊക്കെ നമുക്ക് പൊളിവുണ്ടാവില്ല. അതാണ് വിശേഷം. നോക്കൂ കൃഷ്ണൻ്റെ ആ വിവരണത്തിൻ്റെ മഹിമ. ഈ സമത്വം എന്ന് പറയുന്ന ഒരു അഭ്യാസത്തിൻ്റെ പേരിൽ ശ്രീകൃഷ്ണൻ ലോകത്തിനെ മുഴുവൻ കീഴടക്കി തരികയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്ന 2 എണ്ണമുണ്ടല്ലോ, ആ 2 എണ്ണം അത് വാസ്തവത്തിൽ സ്ഥായിയാണോ? ഇന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നു. അതുകൊണ്ടുണ്ടാവുന്നത് 2 എന്ന് പറഞ്ഞു. ഈ 2ഉം വാസ്തവത്തിൽ ഉണ്ടോ ഇല്ലയേ? അവ ശാശ്വതങ്ങളാണോ? അതോ ഈ 2മല്ലാത്തൊരു നിലയുണ്ടോ? ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനോട് കൂടി. അതിന് പുറപ്പെടട്ടെ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും അവതരിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഈ സദസ്സിൽ ആദ്യമായിട്ടാണ്. നോക്കട്ടെ എങ്ങനെയുണ്ട് ജനങ്ങളുടെ സ്വീകരണം, അവർ സഹായിക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾക്ക് കാണാനുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന പ്രക്രിയ പദ്ധതി എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഈ ചിത്രീകരണം. പലർക്കും ഇത് കണ്ട് വളരെയധികം ആസ്വാദനവും വിജ്ഞാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ സദസ്സിനും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ചുറ്റുമുള്ളതാണ് ലോകം. ആ വ്യക്തി ഈ ലോകവുമായി എങ്ങനെ സമ്പർക്കം നടത്തുന്നു എന്നുള്ളത് ചിത്രീകരിക്കുകയാണ് ഇവിടെ. നിങ്ങളോട് പറയുണ്ടായി നമുക്കെല്ലാം കൂടി 5 ഇന്ദ്രിയങ്ങളാണെന്ന്. ഈ 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ആ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് 2 കണ്ണുകൾ. പക്ഷേ ഈ 2 കണ്ണുകൾക്കാണ് ദർശനക്ഷമത പരമാവധിയുള്ളത്. നമ്മുടെ ചെറിയ കണ്ണുകൾക്ക് എത്ര ദൂരം കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്നോടൊരു ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത് അനന്ത ദൂരം കാണാൻ സാധിക്കുമത്രേ. ഇത് പറയുമ്പോൾ നിങ്ങൾ അമ്പരക്കേണ്ട ആവശ്യമില്ല. രാത്രി കാലങ്ങളിൽ ആകാശത്തെ നോക്കൂ. ആ ആകാശത്തെ നോക്കുന്ന സമയത്ത് അവിടെ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കൂ. അതിൽ ഓരോ നക്ഷത്രവും കോടാനുകോടി ലക്ഷം എന്ന് തന്നെ പറയട്ടെ, കോടാനുകോടി ലക്ഷം കിലോമീറ്റർ ദൂരത്താണ് പല നക്ഷത്രങ്ങളും.
അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ, സ്വാമിജി, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് യു പ്ലേസ് എ സൈസബിൾ ഓബ്ജക്റ്റ്, അവർ നേക്കഡ് ഐ ക്യാൻ സീ ഇറ്റ് വെരി വെൽ. അനന്തമായ ദൂരത്ത് വേണ്ടത്ര വലുപ്പമുള്ള ഒരു വിഷയം, ഒരു സാധനം നമ്മൾ വെച്ചാൽ ഒരു സഹായവുമില്ലാതെ നമ്മുടെ കണ്ണും കൃഷ്ണമണിയും കൂടി ആ വസ്തുവിനെ ദർശിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ കണ്ണിൻ്റെ ശക്തി എത്രയുണ്ടെന്നൊന്ന് നിങ്ങൾ പറയൂ. എന്താ മിണ്ടാത്തെ? അനന്ത ദൂരം കാണാമെങ്കിൽ അതിന് അനന്തശക്തിയില്ലേ? അനന്തശക്തി ഉണ്ട് എന്ന് പറയുന്ന ഈ കണ്ണുകൾ രചിച്ചതാരാ? അമ്മയുടെ ഗർഭകോശത്തിൽ അതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള അണ്ടവും ബീജവും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതായ ചേതനാവിശേഷം, ആ ശക്തിവിശേഷം സ്വയം വളർത്തിയെടുത്തതാണ് ഈ ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം തന്നെ. അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തം മാത്രമേ ആ ഫീറ്റസ് വലിച്ചെടുത്തിട്ടുള്ളൂ ആഹാരം എന്നുള്ള നിലയ്ക്ക്. ബാക്കി മുഴുവനും അതിൻ്റെ കൈവേലയാണ്. നമ്മുടെ ഉത്പാദനത്തിന് വേണ്ടി ആരും പുറമേ നിന്ന് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിൽ ഭൂമിയുടെ പങ്കില്ല, ജലത്തിൻ്റെ പങ്കില്ല, വായുവിൻ്റെ പങ്കില്ല, അഗ്നിയുടെ പങ്കില്ല, ആകാശത്തിൻ്റെ പങ്കില്ല. അമ്മയുടെ ഗർഭകോശത്തിൽ ഇരുന്ന് സ്വയം തൻ്റെ ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും ആ ഫീറ്റസ് വളർന്ന് വളർന്ന് അംഗോപാംഗങ്ങളെ രചിച്ചു വന്നതാണ്. ഓരോ സെല്ലും മുറിഞ്ഞ് മുറിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് ഇരട്ടിയായി 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 വന്ന് ഇവിടെ വരുമ്പോൾ അത് കണ്ണാകുന്നു, ഇവിടെ വരുമ്പോൾ മൂക്ക്, ഇവിടെ വരുമ്പോൾ ചെവി, ഇതിൻ്റെ ഉള്ളിൽ നാവ്, ഇവിടെയോ ചുണ്ട്, ഇങ്ങനെ ഓരോന്നും അത് ഉണ്ടാക്കി തീർക്കുന്നതാണ്. അപ്പം ആ ഗർഭകോശത്തിൽ വളരുന്ന ആ ശിശുവിനുണ്ടല്ലോ, ആ ഫീറ്റസിന് എത്ര കണ്ട് ശക്തിയുണ്ട്, പ്രഭാവമുണ്ടെന്ന് ഈ സദസ്സ് ഇപ്പോൾ എന്നോട് പറയണം. എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്? വേറെ ഏതെങ്കിലും ഇങ്ങനെ ഒരു ശക്തിയോ പ്രഭാവമോ നിങ്ങളുടെ മനസ്സിലോ ബുദ്ധിയിലോ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൻ്റെ കണ്ണാണിത്. അപ്പം മനസ്സ് എന്ന് പറയുന്ന മനസ്സ് പ്രതിനിധാനം ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രതിനിധാനം ചെയ്യുന്ന ചിത്ശക്തി, നമ്മുടെ ആ ഇതിൻ്റെ ഉള്ളിലുള്ള സംവേദനക്ഷമത ജനിപ്പിക്കുന്നതായ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പ്രജ്ഞാവിശേഷം, ആ പ്രജ്ഞാവിശേഷത്തിൻ്റെ പ്രഭാവമാണ് ഈ കാണുന്നത് മുഴുവൻ. നിങ്ങൾ ലോകത്തെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ മഹിമയല്ല, ആ ലോകത്തെ ലോകമാണെന്ന് കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രഭാവവും മഹിമയുമാണ്. ഈ ലോകത്തിൽ അനന്തതയുണ്ടെങ്കിൽ, അനന്ത ദൂരങ്ങളും അനന്ത വസ്തുക്കളും ഈ ലോകത്തിലുണ്ടെങ്കിൽ, ആ അനന്തതയെ കാണിച്ചു തരുന്ന കണ്ണുകൾക്കും ഇന്ദ്രിയങ്ങൾക്കുമാണ് ആ പ്രഭാവം. പുറമേയുള്ള ലോകത്തിന് ഒരു ചുണ്ണാമ്പ് വിലയില്ല അതിന്. ഈ ലോകം ഇങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ രചിച്ചതാകട്ടെ ബാഹ്യലോക വസ്തുക്കളോ ശക്തികളോ അല്ലതാനും. അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മുടെ ശരീരം ലോകത്തിൽ നിന്നുണ്ടായത് പറയാൻ വിരോധമില്ല. നമ്മുടെ ഉൾവ്യക്തിത്വം ലോകത്തിൻ്റെ സംഭാവനയല്ല, ലോകത്തിൻ്റെ ഭാഗവുമല്ല. ഞാൻ എപ്പോഴും പറയും, ശരീരത്തോടു കൂടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് മനസ്സ്, പക്ഷേ ശരീരത്തിൻ്റെ ഭാഗമല്ല മനസ്സ്. ശരീരം ഭൗതികമാണ്, സ്ഥൂലമാണ്. മനസ്സ് ഭൗമമല്ല, സ്ഥൂലമല്ല. സൂക്ഷ്മമായി ചേതനാത്മകമായിരിക്കുന്ന മനസ്സ് ഒരിക്കലും ജഡമായി സ്ഥൂലമായ ശരീരത്തിൻ്റെ ഭാഗമാവില്ല. ഈ പറയണത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരീരം സ്ഥൂലമാണ്, അത് ജഡവുമാണ്. ആ ജഡസ്ഥൂല ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് ഉണരുന്നതാണല്ലോ. ഉണർച്ച എന്നൊരു ശക്തിയോ ഭാവമോ നമ്മുടെ സ്ഥൂലവും ജഡവുമായ ശരീരത്തിനുണ്ടോ? അങ്ങനെ ആവുമ്പോൾ ഈ മനസ്സെന്താ? ശരീരത്തിൻ്റെ ഭാഗമല്ല, ശരീരത്തോടു കൂടി ചേർന്ന് വാഴുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ മനസ്സാണ് ശരീരമുണ്ടെന്ന് നമ്മളെ ഉണർത്തുന്നത്. ആ മനസ്സ് തന്നെയാണ് താൻ ഉണ്ടെന്നും ഉണർത്തുന്നത്. ആ മനസ്സ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പം ശരീരം ലോകത്തിൻ്റെ അംശമാണെന്ന് പറയാം, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, അതൊരിക്കലും ലോകത്തിൻ്റെ ഭാഗമല്ല. ആ മനസ്സാണ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അത് കണ്ണിനെ പ്രവർത്തിച്ചിട്ട് എന്തു വരുന്നു? ദാ ഈ കണ്ട വ്യാപകത്വം അതിനുണ്ട്, ഇത്രയും ദർശനങ്ങൾ സിദ്ധിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അധികം വ്യാപ്തി കൂടുതലാണ് നമ്മുടെ കണ്ണിന്. ആ കണ്ണിന് ശേഷം പിന്നത്തത് ശബ്ദമാണ്, അതിനുശേഷം വാസനയാണ്, പിന്നെ നമുക്കുണ്ടാവുന്നത് ത്വക്കാണ്, അവസാനം നാവ്. അവിടെ വച്ചാൽ മാത്രമേ രുചി ഉണ്ടാവുള്ളൂ, ഇവിടെ വച്ചാൽ രുചി ഉണ്ടാവില്ല.
ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്ക് ഈ ലോകത്തിന് ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും അധികം വ്യാപ്തി ഇതാ കണ്ണിന്, അതിനുശേഷം ശ്രവണം, പിന്നെയോ മണം, അതിനുശേഷം സ്പർശം, അവസാനം രസം. ഇങ്ങനെ ലോകവസ്തുക്കളുമായി ഇന്ദ്രിയങ്ങൾ സമ്പർക്കം നടത്തുന്നു. ഇന്ദ്രിയങ്ങളുമായി ലോകവസ്തുക്കൾ സമ്പർക്കം നടത്തുന്നില്ല. ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നത്. അങ്ങനെ സമ്പർക്കം നടത്തി ആ സമ്പർക്കത്തിൻ്റെ അനുഭവം എവിടെയാണ് ഉണ്ടാവുന്നത്? ഇന്ദ്രിയ തലത്തിലല്ല, സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കി വസ്തുക്കളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ തട്ടി, ആ തട്ടിയ പ്രകാശകിരണങ്ങൾ പ്രതിഫലിച്ച് കണ്ണിൽ കൃഷ്ണമണിയിൽ വന്ന് കോർണിയിൽ വന്ന് തട്ടുമ്പോൾ നമുക്കൊരു ഇമേജ്, ഒരു പ്രതിച്ഛായ ഉണ്ടാവുന്നു. ആ പ്രതിച്ഛായ രൂപപ്പെടുന്നത് മനസ്സിലാണ്, മനസ്സിൻ്റെ പ്രഭാവം കൊണ്ടാണ്. ആ ഇന്ദ്രിയാനുഭവങ്ങൾ എത്രയുണ്ടപ്പോൾ ഒന്ന് പറയൂ. ഇന്ദ്രിയാനുഭവങ്ങൾ എത്രയാ? ഒന്ന് പറയുന്നപ്പ. 5 പറയൂ. 5. ഈ ലോകത്തിനെ 5 ആക്കുന്നത് ആര്? എപ്പോഴും നോക്കി. ഈ ലോകത്തിനെ 5 ആക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ലോകം അനവധിയും അനന്തവുമാണ്. അനന്തങ്ങളാണെങ്കിലും നമ്മൾ ആ ലോകാനുഭവത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ അനന്ത ലോകത്തിനെ, വിവിധ ലോകത്തിനെ 5 ആക്കി തരംതിരിക്കുന്നു. ലോകമേ, നിനക്ക് എത്ര വേണമെങ്കിൽ വിശാലതയും വൈവിധ്യവും ഉണ്ടായിക്കോട്ടെ, എൻ്റെ മുമ്പിൽ നീ 5 ആണ്. അത് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രഭാവത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ അനന്തത മുഴുവൻ എവിടെ പോയി? നിങ്ങൾ കണ്ട് ഭ്രമിക്കുന്നുണ്ടല്ലോ ഈ ലോകത്തിനെ കണ്ട്. അതിന് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്നല്ലാതെ ഏതെങ്കിലും ഒരു അനുഭവം ഈ ലോകത്തിന് നമുക്ക് തരാൻ പറ്റുമോ? ഉറച്ചു പറയുന്നപ്പാ. ഞാൻ നിങ്ങളുടെ വൈഭവം പറഞ്ഞ് മനസ്സിലാക്കാനാണ് അവിടെ കയറിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വൈഭവമല്ല. ലോകം ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല നമ്മുടെ മുൻപിൽ. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ലോകത്തിനെ നിറം പിടിപ്പിക്കുന്നത്. കണ്ണുകൊണ്ട് നിറവും ആകൃതിയും, ചെവി കൊണ്ട് ശബ്ദവിശേഷങ്ങൾ, മൂക്കുകൊണ്ട് മണം, വാസനാവിശേഷം, ത്വക്കുകൊണ്ട് സ്പർശവിശേഷം, അവസാനം നാവ് കൊണ്ട് രസം. ഈ 5 എണ്ണം ഇങ്ങനെ ഉണ്ടായി അവ മനസ്സിലേക്ക് പോകണു. ഇതാ 5 എണ്ണം. എന്നിട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ ഇന്ദ്രിയതലത്തിൽ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ എന്നീ 5 ഉണ്ടായവ മനസ്തലത്തിൽ വരുമ്പോൾ എത്രയാവണു? സുഖം ദുഃഖം. കേൾക്കുവാ, ഒന്ന് കേൾക്കൂ. 5 2ആയി. 2ആക്കി നമ്മൾ. ഈ സുഖദുഃഖവും അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ടോ? ഇല്ല. ഒരു 17 മണിക്കൂറാണ് പരമാവധി നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നത്, വ്യവഹരിക്കുന്നത്. ആ 17 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 7 8 മണിക്കൂർ നമുക്ക് ഉറങ്ങേണ്ടി വരും. ആ ഉറങ്ങുന്ന സമയത്ത് മനസ്സ് എങ്ങനെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ലോകവുമായി സമ്പർക്കങ്ങൾ നടത്തി ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ ഉണ്ടാക്കി അവയെ സുഖദുഃഖമായി രൂപാന്തരപ്പെടുത്തി അനുഭവിപ്പിച്ചുവോ, അതേ മനസ്സ് ദാ ഒറ്റ മാക്കലാ മാച്ചു, ഒരു മാക്കലാ മാച്ചു. ഉറങ്ങുന്ന സമയത്ത് ഒറ്റ മാക്കല്, ആരോടും ചോദിച്ചിട്ടല്ല, കിടന്നങ്ങോട്ട് ഉറങ്ങി. ആ ഉറങ്ങുന്ന സമയത്ത് സുഖവും ദുഃഖവും എവിടെ പോയി? ഒന്ന് പറയുന്നപ്പാ, എവിടെ പോയി? എവിടെ ഉണ്ടായിരുന്നു അവിടെ ഇല്ലാതെ ആയോ? ഇല്ലേ? ഇല്ലായായി. എന്നിട്ടോ ഒന്നും അറിയാതെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങുന്നവരെ എൻ്റെ നില എന്തായിരുന്നു? സുഖവും ദുഃഖവും, സുഖവും ദുഃഖവും, സുഖവും ദുഃഖവും. ഇപ്പം എനിക്ക് സുഖവുമില്ല ദുഃഖവുമില്ല. എന്നാൽ കരയേണ്ട കാര്യമാണോ? അല്ല, പരമസന്തോഷം. ഒരല്ലലും ഒരലട്ടുമില്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എണീക്കുന്നത്. അപ്പോൾ ആ ഉറങ്ങി ഇല്ലാതെയാവുന്ന ആ ഉൾത്തലമാണ്, അതിനെയാണ് ഇംഗ്ലീഷിൽ പറയുക ദ നോമിനോൾ. ഇതൊക്കെ ഫിനോമിനലാ, ഇത് ന്യൂമനോൺ. ആ ഉള്ളിലുള്ള അന്തരാത്മാ തലമുണ്ടല്ലോ, ആ തലമാണ് പിന്നീട് മനസ്സായി ഉണർന്ന് ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിച്ച് ദാ ഈ പ്രപഞ്ചം മുഴുവനുമാകുന്നത്. നോക്കിക്കോളൂ. ഇനി സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലവും കൂടി അതിൽ പെടും. ഇവിടുന്നാണ് ഈ വിശാലതയും ഈ വികസനവും ഈ പ്രകടനവും ഒക്കെ നടക്കുന്നത്. നമ്മളാണ് ഉണരുന്നത്, ലോകം ഉണരുന്നില്ല. ഉണരുന്നത് നാം, ഉണർത്തുന്നത് നാം. നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവാണ് നമ്മളെ ഉണർത്തുന്നത്.
ആദ്യം മനസ്സിനെ ഉണർത്തി. എണീറ്റപ്പോൾ ദാ റൂഫ് കണ്ടു, പിന്നെ നിലം കണ്ടു, എണീറ്റു, ടോയ്ലറ്റിലേക്ക് പോയി, മുഖം കഴുകി വന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി സമ്പർക്ക പരമ്പര. വൈകുന്നേരം വരെ ഈ കോലാഹലം നടക്കും. അത് കഴിഞ്ഞാൽ ക്ഷീണിച്ച് കിടന്നു, കണ്ണു മൂടി ടപ്പ്. അപ്പം ഇവിടെ ഉദിച്ചസ്തമിക്കുന്നത് സൂര്യനോ അതോ നമ്മളിലുള്ള ഉണർവോ? ഒന്ന് പറയുന്നപ്പാ. ഇവിടെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ലോകമാണോ, സൂര്യനാണോ, അതോ മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയോ? അവൻ ഉണർന്നാൽ ലോകം ഉണർന്നു, അവൻ അസ്തമിച്ചാൽ തുടച്ചു മാറ്റിയാൽ ലോകം പോയി. ലോകം പോയി പോയി പോയി. നമ്മുടെ ഉള്ളാണ് ഇത് മുഴുവൻ രചിക്കുന്നത്. ആ ഉണർവിനെയാണ് ആത്മാ, പരമാത്മാ, പരമേശ്വരൻ എന്നൊക്കെ പറയുന്നത്. ബുദ്ധിയില്ലാത്തവരോട് പറയുന്നതാണ് ദൈവം, ഈശ്വരൻ എന്ന ഭാഷ. ബുദ്ധിയുള്ളവർക്കും വിവേകമുള്ളവർക്കും അത് അഹം എന്ന് സൂചിപ്പിക്കുന്ന, ഞാൻ എന്ന് സൂചിപ്പിക്കുന്ന ആ സാന്നിധ്യ വിശേഷമാണ്. ഇതാണ് ആ പുസ്തകത്തിൽ ഞാൻ തന്നെ സത്യം എന്ന് പ്രത്യേകം പേര് കൊടുക്കാൻ കാരണം. എടുത്ത് വായിച്ചു നോക്കൂ. എല്ലാവരും ജനിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള അഭിഷേകമാണ് നമുക്ക്. ഒന്ന്, ഈ ശരീരത്തിൻ്റെ പേരിൽ നാം നശ്വരരാകുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ഉണർവിൻ്റെ പേരിൽ, ആത്മാവിൻ്റെ പേരിൽ നാം അനശ്വരരാണ്. അങ്ങനെ 2 തരത്തിലുള്ള വ്യക്തിത്വത്തോടു കൂടിയാണ് മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത്. ശരീരത്തിൻ്റെ പേരിൽ നശ്വരതയും, ആത്മാവിൻ്റെ പേരിൽ, ഞാൻ എന്ന ഉണർവിൻ്റെ പേരിൽ അനശ്വരതയുമാണ് നമുക്ക്. ഇതിൽ മനസ്സിലാക്കേണ്ടത് 2, ഈ 5, ഈ 5ആക്കി തീർക്കുന്ന അനന്തത, ഇത് മുഴുവൻ ഇവിടുന്ന് പുറപ്പെട്ട് ഇവിടേക്ക് മടങ്ങി വരുന്നതാണ്. ഞാൻ ഉണരുന്നു, 17 മണിക്കൂർ വ്യവഹരിക്കുന്നു, സമ്പർക്കങ്ങൾ നടത്തുന്നു. അതേ ഞാൻ അതിൽ നിന്ന് പിൻവലിയുന്നു. വ്യവഹാരങ്ങൾ എത്ര തന്നെ ആയാലും, എത്ര തന്നെ വിവിധമായാലും എനിക്ക് കിട്ടുന്ന അനുഭവം 5ഉം 2ഉമാണ്. ഈ 5ഉം 2നെയുമായി തുടച്ച് ഒന്നുമില്ലാതെയാക്കുന്നതാണ് എൻ്റെ ഉറക്കം. നിങ്ങളപ്പോൾ എന്നോട് പറയൂ, ഈ ലോകത്തിനെ നിറം പിടിപ്പിക്കാനും ഇതുമായി വ്യവഹാരം നടത്താനും ആ വ്യവഹാര ഫലങ്ങൾ രചിക്കാനും എനിക്ക് സാധിക്കുന്നുവോ, ലോകത്തിന് സാധിക്കുന്നുവോ? എനിക്ക് സാധിക്കുന്നു. അതിനെ മുഴുവൻ തുടച്ചു മാറ്റാനുള്ള ശക്തിയും എൻ്റെ ഉള്ളിലുണ്ട്. ഈ ശക്തിയെ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനുള്ള സുഖദുഃഖങ്ങളെ സമീകരിച്ചെടുക്കാനാണ് ഭഗവത്ഗീത അനുശാസിക്കുന്നത്. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ എന്ന് പറയുമ്പോൾ ഈ സുഖദുഃഖങ്ങളെ സമീകരിച്ചെടുത്തതിന് ശേഷം അവൻ അമൃതത്വത്തിന്, മോക്ഷത്തിന് അർഹപ്പെടുന്നു. ആ മോക്ഷസ്ഥിതിയാണ് ഉറങ്ങുന്നത് പോലെ ഉണർന്നിരിക്കൽ. ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു, അത് ഉറങ്ങുന്നത് പോലെ തന്നെ ഉണർന്നിരിക്കൽ. സുഷുപ്തിവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ കലാന്വിതോ വിധുരിവയഃ സദാ മുദാ നിഷേവ്യതേ മുക്ത ഇതീഹ സസ്മൃതഃ. യോഗവാസിഷ്ഠത്തിൽ നിന്നാണിത്. ഇത് എപ്പോഴും എണീക്കാൻ പറ്റില്ലല്ലോ. മറ്റേത് കാണിക്കാം. ഇനി നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, ഒരു മൂല്യനിരൂപണം ഭഗവത്ഗീതയെ ചൊല്ലി ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനത്തതാണ്? ഇത് തുച്ഛമാണോ, നിസ്സാരമാണോ? ഇത് ഒന്നിനും കൊള്ളാത്തതാണോ, അതോ ഇത് എല്ലാറ്റിനും കൊള്ളുന്നതാണോ? ഇത് ലോകത്തിന് അടിമയാണോ, അതോ ലോകത്തിനെ എടുത്ത് കൈയാളുന്നതോ? ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭഗവത്ഗീതയിൽ 3-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്താണത്? ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഃ. ആ ശ്ലോകത്തിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരൂ. ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഃ. ഞാൻ നിങ്ങളോട് പറയുണ്ടായി, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ മുഴുവൻ ആ ചുരുള് അഴിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്.
അതേമാതിരി ഈ ലോകത്തിൻ്റെ ഘടന എത്ര കണ്ട് സങ്കീർണമാണ്, എത്ര കണ്ട് ജടിലവും കുടിലവുമാണ്. എന്നാലും അതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി സമഗ്രമായി സമ്പൂർണമായി മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് എന്നും ഉദ്ബോധിപ്പിക്കുന്നു. അത് ആ മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നതാണ്. ഇന്ദ്രിയാണി പരാന്യാഹുഹു. ഒന്ന് പറയൂ. എന്താ ഞാൻ നിങ്ങളോട് പറയാ? 8 അക്ഷരം കേട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല എന്ന് ഞാൻ സമ്മതിക്കുമോ? അത് 17 കൊല്ലമായി ഇവിടെ വന്ന് കുത്തിയിരിക്കണു. നിങ്ങൾക്ക് നാണാവണ്ടേ? ഇന്ദ്രിയാണി പരാന്യാഹുഹു, ഇന്ദ്രിയാണി പരാന്യാഹുഹു, ഇന്ദ്രിയേഭ്യഃ പരം മനഃ, മനസസ്തു പരാ ബുദ്ധിഃ, യോ ബുദ്ധേഃ പരതസ്തു സഹ. വളരെ സന്തോഷമായി കേട്ടോ. നിങ്ങളുടെ കുടുംബക്കാരും ഇങ്ങനെ നിങ്ങളെ നോക്കി സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ? എനിക്കൊരു ചെലവുമില്ല, നിങ്ങളെ നോക്കും വേണ്ട, രക്ഷിക്കും വേണ്ട, പക്ഷെ സന്തോഷം കിട്ടുന്നത് എനിക്കാ. ഒരു ചെലവുമില്ലാണ്ട്. ഇന്ദ്രിയാണി പരാന്യാഹുഹു. നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ സമ്പർക്കം നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിയായ ഒരു മൂല്യനിരൂപണം വേണം. എന്താണ് ആ മൂല്യനിരൂപണം? ലോകം വിശാലമാണ്, അനന്തമാണ്, അമ്പരപ്പിക്കുന്നതാണ്, അത്ഭുതാവഹമാണ്. സൂര്യൻ എത്ര ദൂരെ? 145 ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ വിദൂരങ്ങളിലുള്ളതാണ്. അങ്ങനെ പലതും ഉൾപ്പെടുന്ന ഈ ലോകം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ആശ്രിതമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലേ അതിനെ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ലോകം എന്ന് പറയുന്നത്. ലോകമല്ല, ഭൂമിയല്ല, ജലമല്ല, വായുവല്ല, അഗ്നിയല്ല, ആകാശമല്ല. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയുമാണ് പറയുന്നത്. ആ ഇന്ദ്രിയങ്ങൾ ലോകവുമായി സമ്പർക്കം നടത്തുമ്പോൾ ഇന്ദ്രിയാണി പരാന്യാഹുഹു. ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളേക്കാൾ മികച്ചത്. ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളേക്കാൾ മികച്ചത്. എന്തു തന്നെ ഉണ്ടെങ്കിലും ഞാൻ കണ്ണുകൊണ്ട് തുറന്ന് കാണാൻ പുറപ്പെട്ടാലേ കാണൂ. ഞാൻ പറയും, ഭഗവാൻ എൻ്റെ മുൻപിൽ വന്ന് നിന്നു. എന്നിട്ട് പറയാ, ഞാൻ അങ്ങോട്ട് നോക്കാൻ പോണില്ല. സ്വാമിജി എന്താ വിശേഷം? ഒന്ന് കണ്ണു തുറക്കുവപ്പാ, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നോട് ഇരക്കേണ്ടി വരും. ഞാൻ കണ്ണു തുറക്കാൻ പോകണമെങ്കിലോ ഭഗവാൻ എന്താ ചെയ്യുക? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഇത് പറയാൻ ഒരു ഭൂമാനന്ദ സ്വാമിയെങ്കിലും ഉണ്ടല്ലോ. എന്താ ചെയ്യുക? ഭഗവാൻ മടക്കി പോണ്ടി വരും. നോക്കൂ, എൻ്റെ കണ്ണാണ് നിശ്ചയിക്കുന്നത് ഞാൻ കാണുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാലേ കാണുള്ളൂ. അപ്പം കാണപ്പെടുന്ന ലോകമോ മേലെ, അതോ സ്വയം നിയന്ത്രണശീലമുള്ള കണ്ണോ മേലെ? ഇന്ദ്രിയാണി പരാന്യാഹുഹു. ഇന്ദ്രിയങ്ങളാണ് അവ നോക്കി കാണുന്ന വസ്തുക്കളേക്കാൾ, ദൃശ്യലോക വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠം, ഉപരിതലത്തിലുള്ളത്, മികച്ചത്. ഇന്ദ്രിയേഭ്യഃ പരം മനഃ, ഇന്ദ്രിയേഭ്യഃ പരം മനഃ. ഇന്ദ്രിയങ്ങളെക്കാൾ മികച്ചതാണ് മനസ്സ്. കാരണം മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. ഓരോ പ്രവർത്തനത്തിനും, ദേഹാംഗങ്ങളുടെ പ്രവർത്തനത്തിനും മനസ്സിൻ്റെ സാന്നിധ്യവും മനസ്സിൻ്റെ ഇച്ഛാശക്തിയും വേണം. അപ്പം മനസ്സ് വിനിയോഗിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങി തുടങ്ങി. അപ്പോഴാവും അയൽവക്കത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരണം. ചിലപ്പോൾ മധുരമാവും, ഇഷ്ടമുള്ളതാവും. അപ്പോൾ കുട്ടിക്ക് കൊടുക്കാതെ കഴിയാൻ അമ്മമാർക്ക് സമ്മതം ഉണ്ടാവില്ല. അപ്പോൾ വല്ല വിധവും വായൊന്ന് തുറന്ന് വായിലിട്ട് കൊടുക്കും, കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഞാൻ നിനക്ക് നെയ്യപ്പം തന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്തു പറയും? പക്ഷേ നടന്ന സംഭവം വാസ്തവാണോ? വായ തുറന്നു, അപ്പിട്ട് കൊടുത്തു, അവൻ ചവച്ചു, കഴിച്ചു, വിഴുങ്ങി, ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ആളറിഞ്ഞിട്ടില്ല. എന്താ അതിനർത്ഥം? ആ കുട്ടിയുടെ മനസ്സ് ഇന്ദ്രിയങ്ങളെ അനുഭവിച്ചിട്ടില്ല. ആ കുട്ടിയുടെ മനസ്സ് ഇത് ശരി ഞാൻ അങ്ങനെ നടന്നുകൊണ്ട് കുഴപ്പമുണ്ടോ?
ഇല്ലല്ലോ. റെക്കോർഡിംഗ് ഒക്കെ ശരിക്കും നടക്കില്ലേ? ഇല്ലേ? നോക്കൂ. അപ്പോൾ മനസ്സുണ്ടെങ്കിലേ, ഒരു കിടന്നുറങ്ങുന്ന കുട്ടിയുടെ മുൻപിൽ ഒരു പൂച്ചണ്ട്, ഇങ്ങനെ തുറന്നിട്ട് കാണിച്ചു കൊടുക്കൂ, അതെടുത്തുകൊണ്ട് പോവും. പിറ്റേ ദിവസം നീ കണ്ടുവോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്ത് പറയും? ഇല്ല. അപ്പം മനസ്സിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സാണ് ഇന്ദ്രിയങ്ങളെക്കാൾ മികച്ചത്. ഈ മനസ്സ് ഇന്ദ്രിയങ്ങളുമായി കൂട്ടുപിടിച്ച് ലോകവസ്തുക്കളെ ദർശിച്ച് അതിൻ്റെ ഒരു പട്ടികയും പ്രതിച്ഛായയും ഉണ്ടാക്കുന്നത് മാത്രമേ മനസ്സിന് സാധിക്കുള്ളൂ. അതിന് വേണ്ടതുപോലെ പരിഗണിച്ച് അപഗ്രഥിച്ച് ഗുണദോഷപൂർവമായി ചിന്തിച്ച് അകന്തിരിച്ച് ഒരറിവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള അറിവാക്കി തീർത്ത് മനസ്സിന് കൊടുത്ത് ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന പ്രകാരം വേണമെന്ന് പറയാൻ ബുദ്ധി വേണം. അതുകൊണ്ട് ബുദ്ധിക്ക് മാത്രമേ അറിവ് എന്നൊരു ഭാഗമുള്ളൂ. അപ്പം എന്നോട് ചിലർ ചോദിക്കും, സ്വാമിജി ഈ മനസ്സും ബുദ്ധിയും തമ്മിൽ എന്താ വ്യത്യാസം? അത് പറഞ്ഞുതരാം. മനസ്സ് എന്ന് പറയണത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 2ഉം 3ഉം കൂടിയാ എത്രയാ? നമ്മുടെ സദസ്സിന് അതും പറയാൻ വയ്യ. നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും ഒരു അനുഭാവം ഇല്ലപ്പാ. 2ഉം 3ഉം കൂടിയാ എത്രയാ? 5. അത് മനസ്സ് പറഞ്ഞു, ഒരു ചോദ്യവും ഇല്ലാതെ. എല്ലാം നമുക്കറിയാം. 100ഉം 200ഉം കൂട്ടിയാൽ 300 എല്ലാവരും പറയും. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുക, എന്താ ഈ 2ഉം 3ഉം കൂട്ടിയാൽ 5? അത് എന്തുകൊണ്ട് 4.5 അല്ല, അല്ലെങ്കിൽ 5.2 അല്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, മറുപടി പറയാൻ പറ്റില്ല. അപ്പം മറുപടി പറയാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്താ ഈ സ്വാമിജി ചോദിച്ചിരിക്കണേ? 2ഉം 3ഉം കൂടിയ 5. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, പറയാറുണ്ട്. ഇപ്പോൾ പറയണു എന്തുകൊണ്ടത് 4.5 അല്ല, 5.2 അല്ല, 5 എന്ന് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കത് തെളിയിപ്പിക്കേണ്ടി വരും. അതാണ് ബുദ്ധിയുടെ ദൗത്യം. മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയാണ് മനസ്സിൻ്റെ ജ്യേഷ്ഠഭ്രാതാവ്, വലിയ ചേട്ടൻ. ആ ബുദ്ധി കൊണ്ട് മാത്രമേ മനസ്സിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുന്നില്ല. അതാണ് കാരണം. അതാണ് നിങ്ങൾക്കുള്ള കാരണം. അപ്പോൾ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുകയാണ് കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ച് അർജുന എന്തിനു ദുഃഖിക്കുന്നു? ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും മുഖത്തിൽ ദുഃഖത്തിൻ്റെ ലാഞ്ചനയുണ്ടോ? ഇല്ല. അവർ കണ്ണീര് പൊഴിക്കുന്നുണ്ടോ? ഇല്ല. എന്താ അർജുനന് മാത്രം ഇങ്ങനെ കണ്ണീര്? 2 പേരും ഒരേ ദൃശ്യത്തിലും ഒരേ പ്രവൃത്തിക്കും വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. അപ്പം അവർക്കില്ലാത്ത ദുഃഖം അർജുനൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് കണ്ണുമിഴിക്കേണ്ടി വന്നു, കരച്ചിൽ നിന്നു. എന്നിട്ട് ചോദ്യമായി. നോക്കൂ എത്ര ക്ഷണം കഴിഞ്ഞു കാര്യമെന്ന്. നിങ്ങളുടെ ഒക്കെ വിഷമം മനസ്ഥലത്തിൽ നിന്ന് ബുദ്ധിതലത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ വിഷമം. എന്ത് പ്രവൃത്തിയിലും ബുദ്ധിക്ക് അതിൻ്റെ പങ്കുണ്ടാവട്ടെ. സത്യം പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ട് സത്യം പറയണം? അസത്യം പറഞ്ഞാൽ എന്താണ് ഇതിനുണ്ടുള്ള തെറ്റ്? ഇപ്പോൾ ചോദിക്കും, ഞാൻ പറയാറുണ്ട്, എന്ത് എടോ ഈ ലോകത്തിൽ സത്യമല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഒരാളെ വിളിച്ചു തൻ്റെ പേരെന്താ ചോദിച്ചാൽ എത്ര മറുപടി ഉണ്ട് പറയും? അച്ഛനാരാ അമ്മയാരാന്ന് ചോദിച്ചാലോ? കാലത്ത് ഊണ് കഴിച്ചിട്ടുണ്ടോ, വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാലോ? റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഇന്നൊക്കെ അങ്ങനെയല്ല. പഴയ കാലത്ത് 1000 ഉറുപ്പ്യ കൊടുത്തു ഒരു ടിക്കറ്റ് മേടിച്ചു. ടിക്കറ്റിന് 836 രൂപയാണ്. ബാക്കി പൈസ കൊടുത്തു. എത്രയാ? 164 ഉറുപ്പ്യ മടക്കി കൊടുത്തു. അങ്ങൊരു 1000 കിട്ടിയിട്ടില്ല എന്ന് പറയണില്ല, ഇങ്ങൊരു ബാലൻസ് കിട്ടിയില്ല എന്ന് പറയണില്ല. ഒരു ടിക്കറ്റും കൊടുത്തു 10 ദിവസം കഴിഞ്ഞ യാത്രയ്ക്ക്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ തൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടിരിക്കണോ, അതിലാ കയറി ഇരുന്നു പോയി. ഇവിടെ പ്രവർത്തിച്ചത് സത്യമോ അസത്യമോ? ഒന്ന് പറയണപ്പാ. നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കൂ. സത്യമല്ലാതെ അസത്യത്തിന് ഇവിടെ സ്ഥാനമില്ല. നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ അവർ ഉപനിഷത്ത് വാക്യം എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുത്തത് സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യമാണ്. വാസ്തവത്തിൽ ഗ്രാമർ പ്രകാരം ജയതി എന്ന് പറയണം, ജയതേ എന്ന് പറയരുത്. അത് തിരുത്തണമെന്നൊക്കെ ആലോചിച്ച് അവസാനം തീരുമാനിച്ചു ഉപനിഷത്തിലുള്ള അതേ ആത്മനേപതി തന്നെ നമുക്ക് പ്രയോഗിക്കുകയാണ്. സത്യാന്നാസ്തി പരോധർമ്മ. സത്യത്തിൽ കവിഞ്ഞ ഒരു ധർമ്മം നമുക്കില്ല. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ
ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി. കഴിഞ്ഞോ? ഇല്ല. ബുദ്ധിയേക്കാൾ ഉപരിയായിട്ടുള്ള ഒന്നുണ്ട് നമുക്ക്. അതിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെക്കാൾ മാത്രമല്ല, മനസ്സിനേക്കാൾ മാത്രമല്ല, ബുദ്ധിയേക്കാളും മികച്ചതാണ്. എന്താണതിൻ്റെ അതിർത്തി? ദാ പോണു, എനിക്ക് കാണിച്ചു തരാൻ സ്ഥലമില്ല. അങ്ങനെ അനന്തമായ ഒരു മാത്രയാണ് നമ്മുടെ ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്ന് ഈ സദസ്സ് മനസ്സിലാക്കിയോ? നുണ പറയരുത്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ദൃശ്യപ്രപഞ്ചത്തെ കവച്ചുവെച്ച്, മനസ്സിൻ്റെ സങ്കല്പ പ്രപഞ്ചത്തെയും ശബ്ദപ്രപഞ്ചത്തെയും കവച്ചുവെച്ച്, ബുദ്ധിക്ക് കണക്കാക്കാവുന്ന എല്ലാ അറിവിനെയും കവച്ചുവെച്ച്, എല്ലാറ്റിനും അതീതമായിരിക്കുന്ന ഒരു മാത്രയാണ് ഈ ഞാൻ. ആ ഞാനെ പേറിയാണ് കൂട്ടരെ നിങ്ങൾ ഓരോരുത്തരും നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള മൂല്യ നിരൂപണം എന്താണെന്ന് എന്നോടൊന്ന് പറയും. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, കാര്യം അറിയണമല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രദർശനം ഇവിടെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തി. ഇത് നമ്മളുടെ വിഷയം മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമായിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉണ്ടെന്ന് പറയുന്നവർ കയ്യൊന്ന് പൊന്തിക്കൂ. ഇനി നിങ്ങൾ ചോദിക്കരുത് കൃഷ്ണൻ അർജുനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രായോഗികമാണോ, അനുസരിക്കാവുന്നതാണോ, അതുകൊണ്ട് നേട്ടമുണ്ടാവുമോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. അക്ഷരം പ്രതി പ്രായോഗികമാണ്. അതിലത്തെ ഓരോ അക്ഷരവും നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അത്ര വിശേഷപ്പെട്ടതാണത്. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈനം പാപമവാപ്സ്യസി. അർജുനൻ്റെ ഭയം എന്തായിരുന്നു? ഈ സ്വജനങ്ങളെയെല്ലാം കൊന്നെടുക്കുന്ന ഈ അഭൂതപൂർവമായ മഹായുദ്ധം ചെയ്താൽ നമുക്കെല്ലാവർക്കും നരകേ അനിയതം വാസോ ഭവതീത്യനുശുശ്രുമ, എത്ര കാലം നരകത്തിൽ താമസിക്കേണ്ടി വരും എന്നറിയില്ല. ഇത് മഹാപാപമാണ്, കൊടും പാപമാണ്. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. കൃഷ്ണ നമ്മൾ രണ്ടാളും കൂടി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ കണക്ക് കൂട്ടലിൽ മഹാപാപം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമോ രാജ്യത്തിലും സുഖത്തിലുമുള്ള ലോഭം, അത്യാർത്ഥി. ഇത് ചെയ്യരുതേ, ഞാനിതിന് തയ്യാറില്ലേ എന്ന് പറയായിരുന്നു അർജുനൻ. ആ അർജുനൻ്റെ മുഖത്ത് നോക്കിയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. ഈ യുദ്ധത്തിൽ നിന്ന് ഒരു വിധത്തിലുള്ള പാപമോ കറയോ നിനക്കുണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ സുഖദുഃഖേ സമേ കൃത്വ. എൻ്റെ അബ്ബാ, ഞാനിത് എത്ര പറഞ്ഞാലാ കൂട്ടരെ നിങ്ങൾക്ക് മനസ്സിലാവുക? നോക്കൂ, നമ്മുടെ പാപശാസ്ത്രം പുണ്യശാസ്ത്രമൊക്കെ തുടച്ചു മാറ്റിക്കളഞ്ഞു. അതിനൊന്നും സ്ഥാനമില്ല അവിടെ. അർജുനന് നൽകുന്ന ഉപദേശത്തിൽ പാപത്തിനുമില്ല സ്ഥാനം, പുണ്യത്തിനുമില്ല സ്ഥാനം. പാപപുണ്യങ്ങൾക്ക് അതീതമായി മനുഷ്യ മനസ്സിനെ ഉയർത്തിക്കെട്ടുകയാണ് കൃഷ്ണൻ. സുഖദുഃഖേ സമേ കൃത്വ. My dear souls, are you able to understand this wonderful philosophy, this great vision? The human mind and the intelligence are capable of culturing, gaining, retaining, preserving and applying with magnificence. എത്ര വലിയ ഒരു ദർശനമാണ് ചുരുക്കി പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. സുഖദുഃഖേ സമേ കൃത്വ. ലോകത്തിനെല്ലാം കൂടി നമുക്ക് തരാനുള്ളത് സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. അത് ലോകമല്ല തരുന്നത്, നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളുമാണ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ. അങ്ങനെ ലോകത്തിൻ്റെ പേര് പറഞ്ഞ് ലോകവുമായി സമ്പർക്കം നടത്തി മനസ്സിൽ അനസ്യൂതം ഉളവാകുന്നതാണ് സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങളുടെ സൃഷ്ടികർത്താവ് നമ്മളാണ്. ആ സുഖദുഃഖങ്ങളെ ചൊല്ലിയാണ് സർവ്വ പാപപുണ്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർവ്വ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഉറവിടം നമ്മുടെ മനസ്സാണ്. ഈ പ്രപഞ്ചത്തിന് സുഖദുഃഖം എന്ന രണ്ട് ഭാവം വരുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്,
സുഖദുഃഖേ സമേ കൃത്വ. ഒന്ന് പറയൂ. സുഖദുഃഖേ സമേ കൃത്വ. സുഖത്തെയും ദുഃഖത്തെയും തുല്യാനുഭവങ്ങളായി എടുക്കൂ. രണ്ടും നമ്മുടെ മനസ്സ് നിർമ്മിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ മറ്റതില്ല, രണ്ടും കൂടിയേ വാഴൂ. അപ്പം സുഖത്തെ പോലെ മനസ്സിന് ദുഃഖവും ഉണ്ടാക്കേണ്ടി വരും, ദുഃഖത്തെ പോലെ സുഖവും ഉണ്ടാക്കേണ്ടി വരും. ഉറക്കവും ഉണർവും പോലെ, പകലും ഇരുട്ടും പോലെ, പുരുഷനും സ്ത്രീയും പോലെ. ഈ ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്, കൂട്ടാണ്. ആ കൂട്ടിൽപ്പെട്ട ഒന്ന് എന്ത്? സുഖദുഃഖം. പാപം പുണ്യം വേറെ ഒന്ന്. ഇത് മുഴുവൻ ഉടലെടുക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അതെങ്ങനെ ഉടലെടുക്കുന്നുവോ, എവിടുന്ന് ഉടലെടുക്കുന്നുവോ അവിടെ തന്നെ അത് ഉന്മൂലനം ചെയ്യാനുള്ള ശക്തിയും വിവേകവും മനുഷ്യനുണ്ട്. ശക്തി ഉണ്ട്, വിവേകം കടഞ്ഞെടുക്കണം. ആ വിവേകമാണ് കൃഷ്ണൻ പ്രദാനം ചെയ്യുന്നത്. ലാഭാലാഭൗ ജയാജയൗ. ഈ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളിൽ ഒതുങ്ങുന്നില്ല. സുഖദുഃഖങ്ങൾ രചിക്കുന്ന മറ്റിനങ്ങളുമുണ്ട്. ലാഭം അലാഭം, ലാഭം നഷ്ടം, ജയം അപജയം അല്ലെങ്കിൽ തോൽവി, ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പങ്ങളും ഭാവനകളുമാണ്. ഈ ഭാവനകളിലൂടെ നമ്മൾ രചിക്കാൻ ഉദ്ദേശിക്കുന്നത് സുഖവും ദുഃഖവുമാണ്. ഇവ എല്ലാറ്റിനെയും സമമാക്കി തീർത്താൽ നൈനം പാപമവാപ്സ്യസി. പിന്നെ നിന്റെ മനസ്സിനെ പാപം തീണ്ടുകയേയില്ല. മനസ്സേ, നിന്നിൽ പാപം വരട്ടെ എന്ന് പറഞ്ഞ് കവാടം തുറന്നിടുന്നത് നമ്മളാണ്. ആ മനസ്സിനെ ശുദ്ധമാക്കൂ. ശുദ്ധമാക്കണ്ട, സമീകരിച്ചെടുത്താൽ മതി. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഇവിടെ സുഖം ദുഃഖം എന്ന അടിസ്ഥാനത്തിലാണ് സമത്വം കൊണ്ടു നടക്കാൻ പറഞ്ഞത്. ഈ ഭഗവത്ഗീതയെ യോഗശാസ്ത്രം എന്നാണ് പറയുക. എല്ലാവരും ആ യോഗത്തിന് കർമ്മയോഗം എന്ന് പറയും. എന്താണ് ഈ കർമ്മയോഗം? അതോ ഞാൻ കർമ്മയോഗിയാ, കർമ്മം ചെയ്യണു. കർമ്മം ചെയ്യുന്നവൻ കർമ്മയോഗിയാവോ? ആവില്ല. എല്ലാവരും ലോകത്തിൽ കർമ്മം ചെയ്യുന്നവരാണ്. നഹി കശ്ചി ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യഭശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈ. പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ മൂലം സർവചരാചരങ്ങളെ എന്ന് തന്നെ പറയട്ടെ ഇവിടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകൃതി. അപ്പം നമ്മളാരും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തോടോ അനിഷ്ടത്തോടോ ചൊല്ലിയല്ല. നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ വശത്തിൽപ്പെട്ടിട്ടാണ്, സ്വാധീനത്തിൽപ്പെട്ട. അപ്പോൾ ഒരാൾക്കും കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കർമ്മയോഗിയാണെന്ന് ഒരൊറ്റ ആൾ അഭിമാനിക്കണ്ട. കർമ്മയോഗം കർമ്മം ചെയ്യുന്നതിലല്ല, ആ ചെയ്യുന്ന കർമ്മത്തെ യോഗബുദ്ധിക്ക്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചെയ്യുന്ന പ്രവൃത്തികളെ എല്ലാം യോഗബുദ്ധിക്ക് വിധേയമാക്കുന്നതിലാണ്. യോഗം എന്ന് പറയുന്നത് ബുദ്ധിയിലും മനസ്സിലുമാണ്. ഇവിടുത്തെ യോഗം എന്താ? ആ സമീകൃത മനോഭാവം, മനസ്സിൻ്റെ സമീകരണമാണ് ഇവിടെ യോഗം. മനസ്സിനെ സമീകരിക്കണം. ആ സമീകരിച്ചെടുക്കാൻ ഇവിടെ പറയുന്ന ഘടകങ്ങൾ എന്താ? സുഖം ദുഃഖം, ലാഭം അലാഭം, ജയം അജയം. ഇനി ഇതിൽ ഏതെല്ലാം ഉണ്ടോ ലിസ്റ്റ് എല്ലാറ്റിനെയും പെടുത്തിക്കോളൂ. ഇവിടെ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മുടെ മനസ്സിൽ പരസ്പര വിപരീതങ്ങളായി ഉയരുന്ന ഭാവങ്ങളെ, പ്രതികരണങ്ങളെ സമീകരിച്ച് ശാന്തമായി നിർത്തുന്നതിലാണ് നമുക്ക് യോഗം. ഇനി കർമ്മയോഗം പറയുമ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? എന്താ പറഞ്ഞേ? സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? യോഗസ്ഥഃ കുരു കർമാണി. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ ഒരു പൊട്ടുപോലും വിടാതെ എല്ലാറ്റിനെയും യോഗസ്ഥഃ, യോഗ ആസീനനായി പ്രവർത്തിക്കൂ. യോഗ ആസീനനായി പ്രവർത്തിക്കൂ. ശരീരം കസേരയിൽ പിടിച്ചിരുത്തുന്നത് പോലെ ആ യോഗ കസേരയിൽ മനസ്സിനെയും ബുദ്ധിയെയും പിടിച്ചിരുത്തിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ. എന്താണ് ആ യോഗ കസേര? അതൊന്ന് പറഞ്ഞു തരാമോ? സംഘം ത്യക്ത്വാ. ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു വിധത്തിലുള്ള സംഘവും ഉണ്ടാവരുത്.
എല്ലാവർക്കും താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരമാവധി സംഘം ഒട്ടലുണ്ട്. ആ ഒട്ടലില്ലാതെ പ്രവർത്തിച്ചാൽ അത് യോഗമായി, ഒട്ടലോടുകൂടി പ്രവർത്തിച്ചാൽ അത് അയോഗമായി. അപ്പോൾ ഒട്ടൽ എവിടെയാ? ശരീരത്തിനല്ല, മനസ്സിലാണ്, ബുദ്ധിക്കാണ്. അപ്പോൾ ഒട്ടലില്ലാതെ ആവണത് എവിടെയാ? അതേ മനസ്സിലും ബുദ്ധിയിലും. അപ്പം നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ഒട്ടലില്ലാതെ ആയി എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ യോഗമായി. അല്ലാതെ കർമ്മം ചെയ്യണതല്ല കർമ്മയോഗം. ചെയ്യുന്ന പ്രവൃത്തികളെ യോഗം എന്ന് പറയുന്ന ആ സംസ്കാരത്തിനോ സമ്പന്നതയ്ക്കോ വിധേയമാക്കണം. ആ യോഗസമ്പന്നത എന്താ? സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വ. എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ സംഘമില്ലെന്ന് നമ്മൾ പറയുക? താൻ ചെയ്യുന്ന പ്രവൃത്തി ഫലിച്ചാലും ഫലിച്ചില്ലെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി സ്വതവേ ഫലിക്കും. ഫലിക്കാനാണല്ലോ ചെയ്യുന്നത്. എല്ലാ പ്രവൃത്തികളും നാം ചെയ്യുന്നത് ആ പ്രവൃത്തികൾക്കുള്ള ഫലങ്ങളെ ഉദ്ദേശിച്ചാണ്. എന്ത് കാര്യത്തിലും ഫലം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. ഫലം ഉദ്ദേശിക്കാതെ ഒരു മന്ദബുദ്ധി പോലും പ്രവർത്തിക്കില്ല. ഒരു പ്രവൃത്തിക്ക് രൂപം നൽകുന്നത് തന്നെ നാം എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആവശ്യപ്പെടുന്നുവോ അതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സഭാനികേതനം ഉണ്ടാക്കി, ഇതൊരു പ്രവൃത്തിയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലെ ഉദ്ദേശം? ഈ ഉള്ള സ്ഥലത്തിൽ പരമാവധി സ്ഥലം ഉപയോഗിച്ച് അങ്ങേയറ്റം ശ്രോതാക്കളെ ഉൾപ്പെടുത്താൻ പറ്റിയ തരത്തിലുള്ള ഒരു നിർമ്മാണ പദ്ധതി ആകണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അതിനനുസരിച്ച് 20,000 സ്ക്വയറടി മുകളിലും 20,000 സ്ക്വയറടി കീഴിലും ആയി 2 തലത്തിൽ ഒരു കെട്ടിടമുണ്ടാക്കി. ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കാനേ നമ്മുടെ കയ്യിലുള്ള ഈ ഭൂമി അനുവദിക്കൂ. ഇവിടെ അപ്പുറത്ത് പാറളിക്കാട്ടിലത്തെ പൂരം നടക്കണു, വേല നടക്കണു. എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് ഞാൻ തച്ചനാത്തുകാവിൽ ജനിച്ച ആളായതുകൊണ്ട് ഇവിടുത്തെ ദേവിയോടും അയ്യപ്പനോടും ശിവനോടും വിഷ്ണുവിനോടും ഒക്കെ വലിയ കൂറാണ് എനിക്ക്. കൂറ് എല്ലായിടത്തും ഉണ്ട്, ഇവിടെ പ്രത്യേകിച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങ് വളരെ ഭംഗിയായി നടക്കണം, അതിനൊരു കോട്ടം വരരുത് എന്നൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ വേലയ്ക്ക് തടസ്സം വരാതെ അത് പൂർവോത്തരം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഉള്ള സ്ഥലത്തിൽ പരിമിതപ്പെടുത്തി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ഇത് കുറച്ചും കൂടി നീളം വിസ്താരം ഒക്കെ കൂട്ടാമെന്നാണ്. വിസ്താരം കൂട്ടാൻ അവിടെ സ്ഥലമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ ആ പ്ലാൻ ചെയ്തിട്ട് എന്തായിരുന്നു? കഴിഞ്ഞ കൊല്ലം പന്തലിന് കാലിട്ടപ്പോൾ സാധു പത്മനാഭൻ പറയുണ്ടായി, ഞാൻ ഉദ്ദേശിച്ചില്ല അവൻ അങ്ങനെ പറയുന്നത്. എന്താ പറഞ്ഞേ? ഇത് ഒടുക്കത്തെ പന്തൽക്കാലാണെന്ന്. എൻ്റെ ഗ്രഹപ്പഴേ പറഞ്ഞല്ലോ ഒടുക്കത്തെ പന്തൽക്കാല്. അപ്പോൾ ഇനി പന്തൽക്കാലിടരുത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് മുറുക്കി പിടിച്ച് ഇനി പന്തലിൻ്റെ കാല് കൂടാതെ നമുക്ക് ഈ സഭാഗൃഹത്തിൽ തന്നെ നടത്തണം എന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഒരു 10 മാസം 9 മാസം സമയമേ ഉള്ളൂ. നമ്മുടെ കോൺട്രാക്ടർ മുരളി പറയുണ്ടായി 8 മാസത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന്. പക്ഷേ ഒരു 1.5 മാസം കുറച്ചൊന്ന് ഈണം താത്തിയിട്ടു. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വലിയ തിങ്ങലും മിങ്ങലുമായി ഉദ്ദേശിച്ച പണി മുഴുവനായൂല്ല. അപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം ഇവിടെ എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആ പ്രവൃത്തി അങ്ങോട്ട് ചെയ്തു വന്നപ്പോൾ ഇതാ സഭാഗൃഹം പൊന്തിയില്ലോ. അവിടെ പിന്നെ കൂടുതൽ എന്താ ആവശ്യമുള്ളത്? ഞങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലോ ഇതുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ പ്രവൃത്തി പൂർണ്ണമായാൽ അതിൻ്റെ ഫലം സ്വാഭാവികമായി വരും. വെണ്ണ അടുപ്പത്ത് വെച്ചു, തിളപ്പിച്ചു. അങ്ങനെ തിളപ്പിച്ച് ചൂട് തട്ടിയാൽ ആ വെണ്ണ ഉരുകും. ഉരുകി അതിങ്ങനെ തിളച്ചുകൊണ്ട് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആ ശബ്ദം പുറപ്പെടുവിക്കലും തളയും നിന്നാൽ ഉടനെ ആ നെയ്യ് വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ അത് കരിയും. അവിടെ മന്ത്രം ജപിക്കൊന്നും വേണ്ട നെയ്യ് തിളയ്ക്കാനായി, വെണ്ണ തിളയ്ക്കാനായിട്ട്. നിങ്ങൾ എന്ത് പ്രവൃത്തിയും ആലോചിച്ച് ഇന്ന ഫലത്തിനാണെന്ന് വിചാരിച്ച് ചെയ്യൂ, അത് മുഴുവനായ ഫലം കിട്ടും. അങ്ങനെ ആയാലും എല്ലാ പ്രവൃത്തികളും അതുപോലെ ഫലം ചെയ്യോ എന്ന് ചോദിച്ചാലില്ല. ലോകം സങ്കീർണമാണ്. ഇവിടെ പല വിധത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങൾ മുഴുവൻ നമുക്ക് നോക്കി കണക്കിലെടുക്കാൻ പറ്റില്ല. ഭൂകമ്പമുണ്ടാകാം, വെള്ളപ്പൊക്കമുണ്ടാകാം, കടൽക്ഷോഭമുണ്ടാവാം, അഗ്നിബാധയുണ്ടാകാം, പല വിധത്തിലുള്ള ക്ഷോഭങ്ങളും ഉണ്ടാവാം. ഇന്ത്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ 10 എണ്ണത്തിൽപ്പെട്ട ഒന്നാണ്. ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ച് ആസൂത്രണം ചെയ്ത് മുൻകൂട്ടി മുൻകരുതലെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ രാജ്യം വിട്ടു പൊക്കോളൂ എന്നാണ് പ്രകൃതി പറയണത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
മനുഷ്യൻ്റെ ബുദ്ധി എന്തിനാ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ ഭഗവാന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുഴപ്പം എവിടെയാ? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ തന്നെ കേടുവരുത്താൻ പുറപ്പെടുമ്പോഴാണ് ഭഗവാന് അയ്യത്തടാ എന്നൊരു തോന്നൽ. അയ്യോ, ഞാൻ ഇവർക്ക് ഈ ബുദ്ധി കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പരോപകാരം എത്രയും ചെയ്തോളൂ, പരപീഡനം ഒരിക്കലും ചെയ്യരുത്. ആ പരപീഡനം ഒഴിവാക്കി നിങ്ങൾ എത്ര ഉയരത്തിൽ വേണമെങ്കിൽ ചെന്നോളൂ, ഏത് നക്ഷത്ര മണ്ഡലത്തിൽ പോയി കുടിൽ കുത്തി വാണോളൂ, എനിക്കൊരു വിരോധമില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തി സിദ്ധി വന്നാലും വന്നില്ലെങ്കിലും മനസ്സിന് സമീകരണം വേണം. ഒരിക്കലും മലപ്പ് വരരുത്. ഉദ്ദേശിച്ചത് നടന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ചന്ദ്രയാനെ നമ്മൾ പറഞ്ഞയച്ചു. ആ ചന്ദ്രയാൻ ഒരു സാഹസികമായ യത്നമായിരുന്നു. ആദ്യത്തെ യത്നത്തിൽ ജനിച്ച ഒരു രാജ്യവും ഭൂമണ്ഡലത്തിൽ ഇല്ല. ഒരു പുതിയ സ്ഥലത്താണ് ഇറക്കാൻ നിശ്ചയിച്ചിരുന്നത്. അതങ്ങനെ ഫയർ ചെയ്ത് പോയി 2.5 കിലോമീറ്റർ വരെ സിഗ്നൽ ഉണ്ടായിരുന്നു. ആ 2.5 കിലോമീറ്റർ ബാക്കി വന്നപ്പോൾ സിഗ്നൽ അങ്ങോട്ട് നിന്നു. നമ്മൾ ജയിച്ചുവോ തോറ്റുവോ എന്ന് ചോദിച്ചാൽ ഭൂമാനന്ദ സ്വാമിജി പറയും, അങ്ങേ അറ്റം ആശാവഹമായി ജയിച്ചു എന്ന്. ചന്ദ്രനിൽ അങ്ങോട്ട് ചെന്നാൽ ഇറങ്ങണത് എളുപ്പമാണോ? 2.5 കിലോമീറ്റർ വരെ നമ്മൾ ഉദ്ദേശമാതിരി ചെന്നില്ലേ? അവിടെ എന്താ ദോഷം തകരാറ് എന്നുള്ളത് കണ്ടുപിടിക്കും. അടുത്ത തവണ അയക്കും, ഭംഗിയായിട്ട് ഇറങ്ങും. അതിനുള്ള പരിചയം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അനുഭവസമ്പന്നത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോൽക്കലോ ജയിക്കലോ എന്ന് ചോദിച്ചാൽ ജയിക്കലാണത്, തോൽവിയല്ല. നിങ്ങളുടെ ദുരയാണത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം കഴിയണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? ഫസ്റ്റ് അറ്റംപ്റ്റിൽ നടക്കുന്ന അറിയാത്തൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിട്ടില്ലാത്തവർ ഭൂമണ്ഡലത്തിലിരുന്ന് ഒരു സാധനം അയച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിറക്കുകയാണ്. കൈവിട്ട പ്രയോഗം അത്. അതിലിങ്ങനെ ഒരു ചെറിയ പെശക് വന്നാൽ എന്താ അതിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഉത്സാഹപ്പെടുത്തുക. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമായി. അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു തരത്തിലുള്ള മുഖം ചൂടേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അതും കൂടി ഇല്ലാതെ ശരിക്കും ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷിക്കാമായിരുന്നു എന്നേ പറയാനുള്ളൂ. സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. അവിടെ കർമ്മത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ സിദ്ധ്യോ സമോ ഭൂത്വ എന്ന് പറഞ്ഞ്. ഇവിടെയോ ജീവിതാനുഭവങ്ങളെ ഒട്ടാകെ എടുത്തിട്ട് പറയാണ് സുഖദുഃഖേ സമേ കൃത്വ. ഈ സമത്വ പരിശീലനം ഉണ്ടാവുന്നത് മനസ്സിലാണ്. സിദ്ധ്യസിദ്ധികളായാലും സുഖദുഃഖങ്ങളായാലും ഒരേ മനസ്സിലാണ് സമത്വം എന്ന് പറയുന്ന ഗുണം. അത് 2 വിധത്തിൽ അപ്രോച്ച് ചെയ്തു എന്ന് മാത്രം. ഈ പറയുന്നത് സാഖ്യമാണ്, അവിടെ പറയുന്നത് യോഗമാണ്. ഇതാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. സാഖ്യം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം സമ്യക് ഖ്യായതേ പഠ്യതേ കാമക്രോധവിയുക്തൈ ഋഷിഭിഃ അനേന ഇതി സംഖ്യ ഉപനിഷദ് വിദ്യ. നമ്മുടെ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ഏകമായ പരമാത്മ എന്നൊരു സത്യമുണ്ട്. നാം കാണുന്നത് മുഴുവൻ അനേകമാണ്. ആ അനേകം വാസ്തവമല്ല, ഏകമാണ് ഇവിടെ, അതേ ഉള്ളൂ. ആ ഏകത്വത്തിൻ്റെ പരിലസനമാണ് ഈ ബഹു, അനവധി എന്നാണ് ഉപനിഷദ് വിദ്യ. അത് എത്ര വായിച്ചാലും കേട്ടാലും മനസ്സിലാവില്ല. അതൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കാക്കലിരുന്ന് അദ്ദേഹം പറയണത് കേട്ട് ചിന്തിച്ച് ഗ്രഹിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് അതിന് നിവാരണം വരുത്തി പിന്നെയും മനനം ചെയ്ത് ആശയത്തെളിച്ചമുണ്ടായില്ലെങ്കിൽ പിന്നെയും ഗുരുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ മൊഴി ക്ഷമാപൂർവം കേട്ട് മനസ്സിലാക്കി വീണ്ടും തത്വമനനം ചെയ്ത് ധ്യാനിച്ച് പരിശീലിച്ച് അവസാനം ഉറപ്പിക്കേണ്ടതാണിത്. അതാണിതിന് സാഖ്യം എന്നുള്ള പേര് വന്നത്. ഒരിക്കൽ പഠിച്ചാൽ മനസ്സിലാവില്ല. എത്ര തവണ വേണമെങ്കിലും പഠിക്കണം, വിചിന്തനം ചെയ്യണം, ആലോചിക്കണം, എന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ പൂഴ്ന്നു ചെല്ലണം. അങ്ങനെ പഠിക്കേണ്ടതാണിത്. മറ്റതോ പ്രവൃത്തികൾ രാപ്പകൽ നമ്മൾ ചെയ്യുന്നതാണ്. ആ പ്രവൃത്തികൾക്കെല്ലാം സിദ്ധി ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതെയും വരാം. അങ്ങനെ വരുമ്പോഴും വരാത്തപ്പോഴും ഒരുപോലെ മനസ്സിനെ നിർത്തുക. അവിടെ കർമ്മങ്ങളിലാണ് ശ്രദ്ധ. ഇവിടെയോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ കർമ്മങ്ങളിലാണ് ശ്രദ്ധ, ഇവിടെ തത്വഗ്രഹണത്തിലാണ് ശ്രദ്ധ. ഇവിടെ ബുദ്ധിപ്രയോഗമാണ്, ഇവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. അവിടെ ബാഹ്യവസ്തുക്കളില്ല.
അവിടെ ബാഹ്യ കർമ്മരംഗമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ സംഗതി ഒന്ന് തന്നെയാണ്. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഈ സമത്വമാണ് കൃഷ്ണൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദ ആത്മസംസ്തുതി. കേട്ടോ, അവിടെയും പറയണത് സമമാണ്. സമദുഃഖ സുഖസ്വസ്ഥ, സുഖദുഃഖങ്ങളിൽ സമത്വത്തോടുകൂടി സ്വസ്ഥനായിരിക്കുക. സമലോഷ്ടാശ്മകാഞ്ചന, കല്ലായാലും സ്വർണമായാലും ഇരുമ്പായാലും മണ്ണായാലും എല്ലാറ്റിനും അതതിൻ്റേതായ ഉപയോഗമുണ്ട്. നിങ്ങളെ ഞാൻ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രഹത്തിൽ കൊണ്ടിട്ടു എന്ന് വയ്ക്കുക, നിങ്ങൾക്ക് അമ്മ ഉണ്ണാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായില്ല അല്ലേ? നമുക്ക് അമ്മ ഉണ്ടെങ്കിൽ അതിന് ഭൂമി വേണ്ടേ? അവിടെയല്ലേ വിത്ത് കുത്തിയിട്ട് ഉഴുതുണ്ടാക്കി മുളപ്പിച്ച ഫലങ്ങളുണ്ടാവുള്ളൂ. ഈ ഭൂമിക്ക് പകരം എല്ലാം ഇരുമ്പ് കട്ടയായിട്ടുള്ള ഒരു ലോഹത്തിന് തന്നാൽ നിങ്ങൾക്ക് ഉണ്ണാൻ പറ്റുമോ? അപ്പോൾ ഇരുമ്പിന് അതിൻ്റേതായ പ്രയോജനമുണ്ട്, സ്വർണത്തിൻ്റെ അതിൻ്റെ പ്രയോഗവും അതിൻ്റെ വിലയുമുണ്ട്, മണ്ണിനോ അതിൻ്റെ വിലയുണ്ട്. ഒന്നിനെ കണ്ടിട്ടും ഭ്രമിക്കരുത്. എല്ലാറ്റിനെയും അതാത് വിലകളോടുകൂടി പ്രയോജനങ്ങളോടുകൂടി പ്രസക്തിയോടുകൂടി സ്വീകരിക്കാമെന്ന്. തുല്യപ്രിയാ പ്രിയോ ധീര. പ്രിയന്മാർ അപ്രിയന്മാർ എന്ന് വിചാരിക്കരുത്. ഈ ലോകത്തിൽ ചിലരൊക്കെ നമുക്ക് സമ്മതമാവും, ചിലർ അത്ര സമ്മതമാവില്ല. രണ്ടുപേരും കൂടിയതാണ് ലോകം. അതുകൊണ്ട് ഞാൻ പിടിച്ചവരോടുകൂടി മാത്രമേ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമായി. ഡൽഹിയിൽ ഒരു ഡോക്ടർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറെ ഒരു ഭാഷക്കാരനെയാണ്. അപ്പോൾ അവർ ധാരാളം എൻ്റെ പ്രസംഗം കേൾക്കും. ഞാൻ ഇത്തിരി അടുപ്പമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഇവിടെ എന്താ വരാത്തൊന്ന് കൂട്ടിക്കൊണ്ടുവരും? അയ്യോ, പറഞ്ഞിട്ട് കാര്യമില്ല, വരില്ല. അതെന്താ അങ്ങനെ പറയണേ? നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ? അപ്പോൾ സ്നേഹമുള്ള ഭാര്യ എവിടെ പോകണോ അവിടെ ഞാനും ഒന്ന് പോവാമെന്ന് ഭർത്താവിന് തോന്നണ്ടേ? സ്വാമിജി, അതൊക്കെ പണ്ടത്തെ സ്വാമിജി അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, പണ്ടത്തെ കാര്യമാണത്രേ. നോക്കൂ, അപ്പോൾ പ്രിയന്മാർ തന്നെ അപ്രിയന്മാരാവുന്നു. പ്രിയാപ്രിയോ തുല്യപ്രിയാപ്രിയോ ധീര. നല്ല ബുദ്ധി തെളിച്ചം വേണം. തുല്യനിന്ദ ആത്മസംസ്തുതി. നമ്മളെ ആരെങ്കിലും നിന്ദിച്ചാൽ നമുക്ക് കോപം വരേണ്ടതില്ല. നിന്ദിക്കണത് എന്തുകൊണ്ടാണ്? അവർക്ക് നിന്ദിക്കണം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിന് വക നൽകണ്ടേ? ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനാവണമെങ്കിൽ അവർക്ക് നിന്ദിക്കാനേ അറിയൂ. അപ്പം നിന്ദിക്കാൻ ഐ ഷുഡ് ബിക്കം ആൻ ഓബ്ജക്റ്റ്. അപ്പം എന്നെ നിന്ദിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. എന്താ കാരണം? നിന്ദയിലൂടെ അവർ എന്നെ മനസ്സിൽ നിർത്തുന്നുണ്ടല്ലോ. മനസ്സിലാവണില്ല നിങ്ങൾക്കെന്നാ തോന്നുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ വിചാരിക്കാൻ ഇവിടെ തയ്യാറായിട്ടുള്ളവരെ എത്രയുണ്ട്? ഒന്ന് കൈയൊന്ന് പൊന്തിക്കാൻ. എനിക്ക് സന്തോഷമായി. നമ്മുടെ സംഭാഷണം, നമ്മുടെ പ്രവചനം വളരെ സഫലമായി. ഇഷ്ടം പോലെ നിന്ദിച്ചോട്ടേപ്പാ. മന്നിന്ദയായതി ജനോ പരിതോഷമേതി നന്വ അപ്രയത്ന സുലഭോയം അനുഗ്രഹോ മേ. ഇത് നാളെ പറയുമ്പോൾ ഞാനിത് പറഞ്ഞു തരാം. ഇപ്പം ചുരുക്കി ഒന്ന് പറയാം. എന്നെ നിന്ദിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അപ്പം പരസന്തോഷത്തിന് കാരണമായി ഞാൻ ഒന്നും കഷ്ടപ്പെടാതെ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണത്. ഞാൻ മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാവുന്നത് പ്രയത്നിക്കാതെയാ. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. എൻ്റെ മുമ്പിലോ പിന്നിലോ നിന്ന് അദ്ദേഹം പറയട്ടെ ഞാൻ പരമസന്തുഷ്ടനാണ് എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് വേദാന്തം, ഇതാണ് ഭാരതം. നിങ്ങൾ വിചാരിക്കുന്ന ഊച്ചാളി ഭാരതമല്ല. എന്ത് പരിതസ്ഥിതിയെയും വേണ്ടതുപോലെ വ്യാഖ്യാനിച്ച് വിവരിച്ച് ആത്മാവിന് തൃപ്തി ഉണ്ടാക്കത്തക്ക വിധത്തിൽ ജയമേ ജയം, തോൽവിയെപ്പോലും ജയമാക്കി തീർക്കുന്ന ഒരു വിശേഷപ്പെട്ട മനസ്ഥിതിയാണ് നമ്മുടെ ഉള്ളിൽ. ഇത് കടഞ്ഞെടുത്തവരാണ് നമ്മുടെ പൂർവികർ, നമ്മുടെ മഹർഷിമാർ. അത് മനസ്സിലാക്കൂ നിങ്ങളെല്ലാവരും. സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി.
ഞാൻ ഇനി എടുക്കുമ്പോൾ ആ മനഃപ്രശാന്തത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ സിദ്ധഗീത എന്നൊരു ഭാഗമുണ്ട്, 14-ാമത്തെ പേജോ മറ്റുമാണ്. അതൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോരൂ. അതിലൊരു ഭാഗമാണ് ഇതിന് ഉപോദ്ബലകമായി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ശരീരം കട്ടിപിടിച്ചതാ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്ത് കാണാനുള്ളതാ. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിൽ, ഈ മാംസഭൂയിഷ്ടമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ സ്ഥൂല ഭാഗത്തെ ഒന്നും എടുക്കാതെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു തലം അതിൽ പ്രവർത്തിക്കുന്നതാണ് മനസ്സ്. ആ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ പ്രവേശിക്കാം? അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കടന്നു ചെല്ലുക? സിദ്ധഗീതയിലുള്ള പരാമർശങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളോട് ഈ സ്വാമിജി പറയാൻ പോണു, അവനവൻ്റെ സ്വന്തം മനസ്ഥലത്തിൽ കടന്നു ചെല്ലാനുള്ള വഴി എന്താണ്, ആലോചനാ പദ്ധതി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ വിചാരിച്ചു പോകരുത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നാം പൊള്ളക്കാരാണെന്ന്. പൊള്ളക്കാർ ഒന്നുമില്ല, മങ്കൂസ് അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും താക്കോല്. ഈ സൃഷ്ടിവിശേഷത്തിൻ്റെ കേന്ദ്രം നമ്മുടെ വ്യക്തിയുടെ ഉള്ളിലാണ്. ഈ യൂണിവേഴ്സ് മുഴുവനും, ഈ വിശ്വകോശം മുഴുവനും ഒരു വലിയ വൃത്തമാണെങ്കിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് നാം, നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഞാൻ. വിശ്വകോശത്തിൻ്റെ മുഴുവനും സെൻറ്ററാണത്. അതിലേക്ക് പ്രവേശിക്കാനുള്ള വഴി എന്താന്ന് ഒരു പക്ഷേ അടുത്ത ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കും. തൽക്കാലം നമുക്ക് നിർത്താം. ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ചില പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയാം. ഇരിക്കട്ടെ. ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന പുസ്തകം ശ്രീമദ് ഭാഗവത പരിവ്രജന പരമ്പരയിൽ ആദ്യമായി ഞാൻ എഴുതിയതാണ്. അത് എഴുതാനുള്ള കാരണം നമ്മുടെ ഈ സത്രപരമ്പരയാണ്. ഓരോ കൊല്ലം ഓരോ പുസ്തകമായി എഴുതി ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംഗ്രഹ രൂപം പൂർണ്ണമായി എഴുതി അവസാനിപ്പിച്ചു 16 കൊല്ലം കൊണ്ട്. ഇതിൽ ഉദ്ധവഗീത എന്നൊരു ഗീതയുണ്ട്. കൃഷ്ണൻ 2 ഗീതയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് പടക്കളത്തിൽ വെച്ച് പൊടുന്നനെ പറഞ്ഞതാണ്. പടക്കളത്തിൽ വെച്ച് പെട്ടെന്ന് ഉപദേശിച്ചതാണ് ഈ അർജുനുള്ളത്. അത് കർമ്മരംഗത്തിലേക്കുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ് 125 വയസ്സായ കൃഷ്ണൻ ശാന്തമായി ദ്വാരകയിലിരുന്നപ്പോൾ ഉദ്ധവൻ ചെന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവനെ നോക്കി പറഞ്ഞതാ, വളരെ ക്ഷമയോടുകൂടി. ഇതിൽ 24 അധ്യായമാണ്, 18 അധ്യായമാണ് കുരുക്ഷേത്ര ഗീതയിൽ. അപ്പം ഈ ഗീത ഇങ്ങനെ എഴുതി വന്നപ്പോൾ ശ്ലോകങ്ങൾക്ക് പ്രത്യേകിച്ച് അന്വയാർത്ഥമൊന്നും അതിൽ എഴുതിയിട്ടില്ല. ഇപ്പം ഇവിടെ എന്തു വന്നു, എല്ലാറ്റിനും അർത്ഥമെഴുതി വിവരണം ഓരോ ശ്ലോകത്തിനും നൽകിയിട്ടുള്ളതാണ്. ഇതേ ഈ പരിവ്രജന പരമ്പരയിൽ ഈ പുസ്തകം ഇത് എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 6. ഈ ഭഗവത്ഗീതയെ പോലെ തന്നെ മുഖ്യമാണ്. സാധാരണ ഇത് പറയുന്നത് ഗീതാശേഷം എന്നാണ് ഇതിന് പറയുക. ഈ കുരുക്ഷേത്രത്തിൽ പറയാത്ത ചില സംഗതികളൊക്കെ ശ്രീകൃഷ്ണൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. കുരുക്ഷേത്ര ഗീതയെ പറ്റി പരാമർശിച്ചിട്ടുമുണ്ട് കൃഷ്ണൻ, ആ ഉദ്ധവന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പരീക്ഷത്തിന് കൊടുത്ത ഉപദേശമാണല്ലോ ശ്രീമദ് ഭാഗവതം. അതുപോലെ ഈ ഉദ്ധവനും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ എന്തു വേണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അങ്ങയുടെ കാലിൽ നിന്ന് അരനിമിഷം പോലും എനിക്ക് അകന്നു നിൽക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങ് ലോകം വിട്ട് പോവാണ്, എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഉദ്ധവ ഒരു കാര്യം ചെയ്ത് കളയൂ, ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്ധവൻ പോയിക്കോളൂ. അപ്പോൾ പിന്നെ എനിക്കല്ലേ വിരഹം? അയ്യോ ഞാൻ എങ്ങനെയാ പോവുക, അങ്ങേ വിട്ട് പോകാൻ പറ്റില്ല, സ്വജനങ്ങളോട് വലിയ പാശമാണ്, സംഘമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റിയ തരത്തിലുള്ള ഉപദേശം എനിക്ക് തരൂ, അങ്ങേപ്പോലെയുള്ള ഉപദേഷ്ടാക്കളെ ലോകത്തിൽ കാണില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറച്ചു നിന്നപ്പോഴാണ് ഈ ഉപദേശം നൽകിയത്. ഈ ഉപദേശത്തിൻ്റെ ഫലമെന്താ? അർജുനൻ താഴത്തിട്ട് അമ്പുമില്ലും എടുത്ത് അവിടെ പ്രയോഗിക്കാൻ പുറപ്പെട്ടു. ഇവിടെ എന്തുണ്ടായി എന്നറിയോ നിങ്ങൾക്ക്? ഉദ്ധവൻ ശ്രീകൃഷ്ണൻ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാതുകകൾ മാത്രം ചോദിച്ച് തലയിൽ വെച്ച് കണ്ണീരൊഴുക്കി നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് പിന്നാക്കം നോക്കിക്കൊണ്ട് ബദ്രീനാഥത്തെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്ന് ഭക്തന്മാരിപ്പോഴും വിചാരിക്കുന്നത് ഉദ്ധവൻ ബദരീ വിശാലത്തിൽ ഇപ്പോഴും തങ്ങുന്നുണ്ട് എന്നാണ് നമ്മുടെ സങ്കല്പം.
അങ്ങനെ ഉദ്ധവനെ കൊണ്ട് ശ്രീകൃഷ്ണനെയും ദ്വാരകയെയും വിട്ടു പോകാൻ അതിനുള്ള ശക്തിയും വിവേകവും ഉണ്ടാക്കി കൊടുത്ത ഒരു ഉപദേശമാണിത്. 24 അധ്യായവും 1000 ശ്ലോകങ്ങളുമാണ്. ആ പുസ്തകത്തിൻ്റെ വർത്തമാനം നിങ്ങളോടൊന്ന് പറയാൻ ഇവരെല്ലാവരും കൂടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുന്നു. വേണ്ടത് നിങ്ങൾ ചെയ്യൂ. ഇങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കണമല്ലോ. എത്ര കൊല്ലമായി ഇപ്പോൾ? 18ാമത്തെ കൊല്ല. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. കുറേയൊക്കെ ബാക്കിയുള്ളവരോട് സംസാരിക്കാനും സാധിക്കണം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി. എല്ലാവരും കൈകോർത്ത് മുമ്പ് പോലെ ഇരിക്കൂ. ഒരു ഓംകാരം ജപിച്ച് നമുക്ക് പിരിയാം. ഹരി ഹരി. ഓ